എല്ലാവർക്കും നമസ്കാരം. PSCയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ഗൗതം. കൈകാര്യം ചെയ്യുന്ന വിഷയം എക്കണോമിക്സ് ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിൽ നിന്നാണ് നമ്മൾ നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നത്. ടോപ്പിക് നീതി ആയോഗ്. നമുക്കറിയാം, ഇപ്പോൾ പരീക്ഷകളിൽ അത്യാവശ്യം പ്രാധാന്യത്തോടു കൂടി ചോദിക്കുന്ന ഒരു മേഖലയാണ് ഇത് നീതി ആയോഗ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുക. നമ്മൾ ക്ലാസ്സിനകത്ത് ഒഫീഷ്യൽ ആയിട്ടുള്ള നീതി ആയോഗിന്റെ സൈറ്റിൽ നിന്നും ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ ക്ലാസ്സിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. SCERT ഓൾഡും ന്യൂവും ആയിട്ടുള്ള പോയിന്റുകൾ ഉൾപ്പെടുത്തുന്നുണ്ട്. മറ്റു പ്രധാനപ്പെട്ട വസ്തുതകൾ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. 7 പില്ലേഴ്സ് ഓഫ് നീതി ആയോഗ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നീതി ആയോഗുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നുണ്ട്. നീതി ആയോഗിന്റെ A to Z കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നീതി ആയോഗ് എന്ന് പറയുന്ന ഈ ടോപ്പിക്കിനെ നമ്മൾ ആദ്യമായി 4 മേഖലകളാക്കി നമ്മൾ എന്ത് ചെയ്യുകയാണ്, തരംതിരിക്കാൻ പോവുകയാണ്. ഏറ്റവും ആദ്യം നമ്മളൊരു ടോപ്പിക്കിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ എവിടെ നിന്നായിരിക്കണം നമ്മൾ ആരംഭിക്കേണ്ടത്? ഇൻട്രൊഡക്ഷൻ. എപ്പോഴും നമ്മൾ ഒരു ടോപ്പിക്കിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ എവിടെ നിന്നായിരിക്കണം ആരംഭിക്കേണ്ടത്? ഒരു ആമുഖം ചർച്ച ചെയ്തുകൊണ്ടായിരിക്കണം, അല്ലെ? എപ്പോഴും ഏതൊരു ടോപ്പിക്കിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴും അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ, ആമുഖം നമ്മൾ അറിഞ്ഞിരിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത് ലക്ഷ്യങ്ങളാണ്, ഒബ്ജക്റ്റീവ്സ് ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഘടനയുണ്ട്. ഏറ്റവും അവസാനമായി നമ്മൾ നീതി ആയോഗിന്റെ 7 തൂണുകൾ, 7 പില്ലറുകളെ പറ്റി കൂടെ നമ്മൾ എന്ത് ചെയ്യും, ചർച്ച ചെയ്യും. ഇങ്ങനെ 4 മേഖലകളാക്കി തരംതിരിച്ചായിരിക്കും നമ്മൾ നീതി ആയോഗിന്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യുക. അപ്പൊ ഏറ്റവും ആദ്യത്തെ ഹെഡിങ്ങിലേക്ക് നമുക്ക് കടക്കാം, അല്ലെ? അപ്പൊ ഏറ്റവും ആദ്യത്തെ ഹെഡിങ് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ആമുഖമാണ്. ആമുഖം ഒരു കഥയായി എന്ത് ചെയ്യാം, നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം. 1928 ആ കഥ ആരംഭിക്കുന്നത്. കഥയുടെ തുടക്കം അങ്ങ് USSRലാണ്. കഥയുടെ തുടക്കം കുറിച്ച വ്യക്തി ജോസഫ് സ്റ്റാലിൻ ആണ്. അപ്പൊ കഥ എങ്ങനെ നമുക്ക് പറയാം? 1928 USSR എന്ന് പറയുന്ന രാജ്യം, ഇപ്പൊ അതില്ല, ഇപ്പൊ അത് റഷ്യയും ബാക്കി 14 രാജ്യങ്ങളുമായിട്ട് അത് എന്ത് ചെയ്യുകയാണ്, വിഘടിച്ച് കിടക്കുകയാണ്. 1928 ലോകത്ത് ആദ്യമായി ജോസഫ് സ്റ്റാലിൻ എന്ന് പറയുന്ന വ്യക്തി USSRൽ ഏതാശയം അവതരിപ്പിക്കുകയാണ്? ആസൂത്രണം അഥവാ നമ്മുടെ പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്ന ആശയം എവിടെ അവതരിപ്പിക്കുകയാണ്? USSRൽ, റഷ്യയിൽ ആരംഭിക്കുകയാണ്. അപ്പൊ ചരിത്രം എവിടെ നിന്ന് ആരംഭിക്കുന്നു കുഞ്ഞുങ്ങളെ? പറഞ്ഞ് 1928 നിന്നുകൊണ്ടാണ് കഥ ആരംഭിക്കുന്നത്. കഥയുടെ തുടക്കം കുറിച്ചത് ജോസഫ് സ്റ്റാലിൻ എന്ന് പറയുന്ന സോവിയറ്റ് യൂണിയൻ നേതാവായിരുന്നു. അദ്ദേഹം അന്ന് അവിടെ അവതരിപ്പിച്ച ആശയത്തിന്റെ പേരാണ് ആസൂത്രണം അഥവാ പഞ്ചവത്സര പദ്ധതികൾ. അങ്ങനെ USSRൽ ഈ ആശയം അവതരിപ്പിക്കുകയും പിന്നീട് 1930കളിലും 40കളിലും, വർഷം പറഞ്ഞോ, കാലഘട്ടം ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. 1930കളിലും 40കളിലും സോവിയറ്റ് യൂണിയനിൽ എന്തുണ്ടായി? വമ്പിച്ച സാമ്പത്തിക ലാഭം ഉണ്ടായി. എന്തുണ്ടായി കുഞ്ഞുങ്ങളെ? പറഞ്ഞ് വമ്പിച്ച സാമ്പത്തിക ലാഭം ഉണ്ടായി. അതായത് ഒരു ആശയം അവതരിപ്പിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ സാമ്പത്തിക പശ്ചാത്തലം നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, വേണ്ടേ? അവിടെയാണ് നമുക്ക് ഈ പോയിന്റിന്റെ ഇമ്പോർട്ടൻസ് ഉള്ളത്. 1930കളിലും 40കളിലും സോവിയറ്റ് യൂണിയനിൽ ആസൂത്രണം എന്ന ആശയം ഉപയോഗിച്ച് വമ്പിച്ച സാമ്പത്തിക ലാഭം ഉണ്ടായി. അങ്ങനെ ഒരു രാജ്യത്ത് ഒരാശയം ഉപയോഗിച്ച് സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ അത് പതുക്കെ പതുക്കെ എന്ത് ചെയ്യണം, മറ്റു രാജ്യങ്ങളിലേക്ക് കൂടി സഞ്ചരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കും, അല്ലെ? അങ്ങനെ സഞ്ചരിച്ച് അവർ ഏത് രാജ്യത്തേക്ക് കടന്നു വന്നിട്ടുണ്ടാകും? ഇന്ത്യയിൽ കടന്നു വന്നിട്ടുണ്ടാകും. പക്ഷെ പോയിന്റ് പറയേണ്ടത് എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞു 1930കളിലും 40കളിലും വമ്പിച്ച സാമ്പത്തിക ലാഭം ഉണ്ടായി എന്നാണ് നമ്മൾ പറഞ്ഞത്, അല്ലെ? അവിടെ മനസ്സിലാക്കേണ്ട പോയിന്റ്, ആ ഒരു സാഹചര്യം 40കളിലും 50കളിലും, ഏത് വർഷമാണ്? 40കളിലും 50കളിലും സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യങ്ങളിലേക്ക് ആസൂത്രണം എന്ന് പറയുന്ന ആശയം പതുക്കെ 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 എന്ത് ചെയ്യാനായിട്ട് തുടങ്ങിയാണ്? സഞ്ചരിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ സഞ്ചരിച്ച് ഏത് രാജ്യത്തേക്ക് കടന്നു വന്നിട്ടുണ്ടായിരിക്കും? ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കണം, മറന്നു പോകരുത്. അപ്പൊ ഒരിക്കൽ കൂടെയാണ് മക്കളെ, നമ്മൾ ചരിത്രപരമായ ഒരു പശ്ചാത്തലം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒരു ആമുഖം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? ആമുഖം ആരംഭിച്ചത് 1928 കുഞ്ഞുങ്ങളെ, തലയിലോട്ട് കയറ്റിക്കൊള്ളുക. അവിടെ USSR എന്ന് പറയുന്ന രാജ്യത്തെ പറ്റി നമ്മൾ പറഞ്ഞു. അവിടെ ജോസഫ് സ്റ്റാലിൻ എന്ന് പറയുന്ന സോവിയറ്റ് നേതാവ്
ആസൂത്രണം അഥവാ പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്ന ഒരു ആശയം അവതരിപ്പിക്കുകയുണ്ടായി. അതുപയോഗിച്ച് 30കളിലും 40കളിലും എന്തുണ്ടായി? വമ്പിച്ച സാമ്പത്തിക ലാഭം ഉണ്ടായി. അത് പിന്നീട് 40കളിലും 50കളിലും മറ്റു രാജ്യങ്ങളിലേക്ക് എന്ത് ചെയ്യാനായിട്ട് തുടങ്ങിയടാ? പതുക്കെ 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 സഞ്ചരിക്കാനായിട്ട് തുടങ്ങി. അത്തരത്തിലൊരു രാജ്യമായിരുന്നു ഏതെന്ന് പറയുന്നത്? ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യം. ഈ 3 പോയിന്റുകൾ തന്നെയാണ് ഇവിടെ നമ്മൾ സ്ലൈഡിൽ പോയിന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ ആണേടാ? 3 പോയിന്റുകൾ ക്ലിയർ അല്ലേ കുഞ്ഞുങ്ങളെ? ഓക്കെ അല്ലേ? അപ്പൊ നമ്മളിവിടെ ഈ പറയുന്ന ബോംബെ പ്ലാൻ അല്ലെ, ബോംബെ പ്ലാനുമായി ബന്ധമുള്ള ഒരു 8 വ്യക്തികളുണ്ട് അല്ലെ, 8 വ്യക്തികളുണ്ട്. അതിൽ 8 പേരുടെ പേര് നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം അല്ലെ, 8 പേരുടെ പേര് നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം. അതിൽ എങ്ങനെയാണ് നമ്മൾ പഠിക്കുക? അതിൽ ആദ്യം നമുക്ക് JRD ടാറ്റ ഉണ്ട്, അത് കഴിഞ്ഞാൽ GD ബിർളയുണ്ട്, അത് കഴിഞ്ഞാൽ ജോൺ മത്തായി ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞാൽ ആർദേശിർ ദലാൽ ഉണ്ട്, അത് കഴിഞ്ഞാൽ ആർദേശിർ ദരപ്സോ ഉണ്ട്. അപ്പൊ ഒരെണ്ണം ആർദേശിർ ദലാലും ഒന്ന് ആർദേശിർ ദരപ്സോയും. ഓക്കെ, ഇനി അത് കഴിഞ്ഞാൽ ഈ 5 പേര് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കസ്തൂർഭായി ലാൽഭായ്. എന്താണ് പേര്? കസ്തൂർഭായി ലാൽഭായ്. ഓക്കെ ആണ് എടാ? അത് കഴിഞ്ഞാൽ ലാ ശ്രീറാം. അത് കഴിഞ്ഞാൽ ആരാണ്? ലാ ശ്രീറാം. പിന്നെ ഉള്ളതോ പുരുഷോത്തം ദാസ് ഠാക്കൂർ ദാസ്. എന്താണ്? പുരുഷോത്തം ദാസ് ഠാക്കൂർ ദാസ്. അപ്പൊ 8 പേരുടെ പേരുകൾ കാണാതെ പഠിക്കണ്ട, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, JRD ടാറ്റ, GD ബിർള, ജോൺ മത്തായി, ആർദേശിർ ദലാൽ, ആർദേശിർ ദരപ്സോ, ഈ പറയുന്ന പോലെ നമ്മുടെ കസ്തൂർഭായ് ലാൽഭായ്, അത് കഴിഞ്ഞാൽ ലാലാ ശ്രീറാം, അത് കഴിഞ്ഞാൽ പുരുഷോത്തം ദാസ് ഠാക്കൂർ ദാസ്. ഈ 8 പേരുടെ പേരൊന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ, 8 പേരുടെ പേരൊന്ന് അറിഞ്ഞിരിക്കുക. അതാണ് ബോംബെ പ്ലാനുമായിട്ട് ബന്ധമുള്ള 8 വ്യക്തികൾ. ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ അടുത്തറിയേണ്ടത് പീപ്പിൾസ് പ്ലാൻ ആണ്. ജനകീയ പദ്ധതി എന്ന വിശേഷണമുള്ള പീപ്പിൾസ് പ്ലാൻ ആണ്. ഓക്കെ, അപ്പൊ ഈ പീപ്പിൾസ് പ്ലാനിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. അത് MN റോയുമായി ബന്ധമുള്ള പദ്ധതിയാണ്. ആരുമായി ബന്ധമുള്ളതാണ്? MN റോയുമായിട്ട് ബന്ധമുള്ള പദ്ധതിയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് ലേബറുമായും അതിന് ബന്ധമുണ്ട്. എന്തുമായി അതിന് ബന്ധമുണ്ടടാ? ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് ലേബറുമായിട്ടും അതിന് ബന്ധമുണ്ട്. അത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ MN റോയുമായി റിലേറ്റഡ് ആണ്. അതുപോലെ ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് ലേബറുമായിട്ടും ഏത് പദ്ധതിക്ക് ബന്ധമുണ്ട്? പീപ്പിൾസ് പ്ലാനിന് ബന്ധമുണ്ട്. അത് കൃത്യമായിട്ട് ഓർത്തിരിക്കണേ. അതേപോലെ പീപ്പിൾസ് പ്ലാൻ ഒരു ആസൂത്രിത സമ്പദ് വ്യവസ്ഥയിൽ റെയിൽവേ, ട്രാൻസ്പോർട്ടേഷൻ, ഗതാഗതം തുടങ്ങിയ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തത്. അപ്പൊ എന്തിനൊക്കെയാണ് പീപ്പിൾസ് പ്ലാൻ പ്രാധാന്യം കൊടുത്തത് എന്നുള്ളതിനെ പറ്റി ഒരു ധാരണ ഉണ്ടായിരിക്കണം. എന്തിനൊക്കെയാണ് പ്രാധാന്യം കൊടുത്തത്? റെയിൽവേ പ്രാധാന്യമുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ അതായത് ഗതാഗതം, റെയിൽവേയും എല്ലാം നമുക്ക് ഗതാഗതത്തിന്റെ ഉള്ളിൽ ഉൾപ്പെടുത്താം. അപ്പൊ ഗതാഗതം മൊത്തത്തിൽ ആലോചിക്കുക കേട്ടോ. അതായത് ഷിപ്പിംഗ് ഉണ്ടാവാം, റെയിൽവേ ഉണ്ടാകാം, റോഡ് ഗതാഗതം ഉണ്ടാവാം, എല്ലാം കൂടെ ആലോചിക്കുക. അതോടൊപ്പം തന്നെ ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, അതായത് കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയും. ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിന് പ്രാധാന്യം നൽകിയ പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ, പ്ലാൻ ഏത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവുമുണ്ട് പീപ്പിൾസ് പ്ലാൻ. അപ്പൊ നമുക്ക് പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒരിക്കൽ കൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. പീപ്പിൾസ് പ്ലാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ വിശദമായിട്ട് ഇപ്പോൾ ചർച്ച ചെയ്തത്. പീപ്പിൾസ് പ്ലാനുമായി ബന്ധമുള്ള വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ അത് MN റോയ് ആണ്. 1945 പീപ്പിൾസ് പ്ലാൻ വരുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് ലേബറിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് ലേബറുമായിട്ട് ബന്ധമുണ്ട്. അവരുടെ യുദ്ധാനന്തര പുനർനിർമ്മാണ സമിതിയുമായിട്ടാണ് ശരിക്കും ബന്ധം. പക്ഷെ അത് മാത്രം നമുക്ക് തൽക്കാലം അത്രയും വലിയ പേര് പഠിക്കണ്ട. ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് ലേബറുമായിട്ട് അതിന് ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കുക. പിന്നീട് നമ്മൾ പറഞ്ഞു ഒരു ആസൂത്രിത സമ്പദ് വ്യവസ്ഥയിൽ ഷിപ്പിംഗ്, റെയിൽവേ അതായത് ഗതാഗതം മൊത്തത്തിലൊക്കെയാണ് പ്രാധാന്യം ഇവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് നമ്മൾ ഒരു പോയിന്റ് കൂടെ പറഞ്ഞാണ് അവസാനിപ്പിച്ചത്. ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിന് പ്രാധാന്യം നൽകുന്ന പദ്ധതി കൂടിയാണ്, പ്ലാനും കൂടിയാണ് ഇതെന്ന് പറയുന്നത് പീപ്പിൾസ് പ്ലാൻ എന്ന് പറയുന്നത്. ഇനി ഗാന്ധിയൻ പ്ലാനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് പ്രാധാന്യം കൊടുക്കേണ്ട ഒരു വ്യക്തിയാണ് SN അഗർവാൾ. അവിടെ പ്രാധാന്യം കൊടുക്കേണ്ട വ്യക്തിയുടെ പേരെന്താണ്? SN അഗർവാൾ ആണ്. അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ചെറുകിട വ്യവസായം, കൃഷി മുതലായ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന പദ്ധതിയാണ് ഇത് ഗാന്ധിയൻ പദ്ധതി. അപ്പോൾ ഓക്കെയാണ്, ക്ലിയർ അല്ലേടാ? ബോംബെ പദ്ധതി പറഞ്ഞു, ഗാന്ധിയൻ പദ്ധതി പറഞ്ഞു, പീപ്പിൾസ് പ്ലാൻ പറഞ്ഞു. അങ്ങനെ 3 പ്ലാനുകൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി പോയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞതുപോലെ SCERTയിൽ മറ്റു ചില പോയിന്റുകൾ കൂടി ഉണ്ട്. നമ്മൾ ആസൂത്രണത്തിന്റെ കാര്യമാണല്ലോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആസൂത്രണത്തിന്റെ ചരിത്രം നമ്മൾ പറയുമ്പോൾ അതിന്റെ ലക്ഷ്യങ്ങൾ കൂടെ എന്ത് ചെയ്യണം? ഒന്ന് അറിഞ്ഞിരിക്കണം. കുഞ്ഞുങ്ങളെ പഠിക്കുമ്പോൾ ഇത് മാത്രം പഠിച്ചു വെക്കാതെ
ഇപ്പുറത്ത് എഴുതിയിരിക്കുന്നത് കൂടെ എന്ത് ചെയ്യണം, ഒന്ന് വായിച്ചേക്കണം കേട്ടോ. കാരണം നമുക്കിതാണ് സൗകര്യം. വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, തുല്യനീതി, ഇത് പറയാനാണ് കുറച്ചുകൂടെ എളുപ്പം നമുക്ക്. പക്ഷെ അത് സെന്റൻസ് ആയിട്ട് കൂടെ എന്ത് ചെയ്യണം, ഒന്ന് അറിഞ്ഞിരിക്കണം. കാരണം ഉൽപാദനത്തിൽ ഉണ്ടാകുന്ന വർധനവ് ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നോട്ട് ചെയ്യണേടാ. അതായത് സാമൂഹിക വീക്ഷണഗതിയെ നവീകരിക്കുക. ഇങ്ങനെയൊക്കെ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരീക്ഷ എഴുതുന്ന മാനസികാവസ്ഥയിൽ നമുക്ക് ഇതൊന്നും തലയിലോട്ട് കയറണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് ഇതും കൂടെ നോട്ട് ചെയ്യുക. സാമൂഹിക അല്ലെങ്കിൽ വീക്ഷണഗതിയെ നവീകരിക്കുക. അടുത്ത് നോക്കുക, സാമ്പത്തിക പ്രവർത്തനത്തിൽ വിദേശ ആശ്രയത്വം പരമാവധി കുറയ്ക്കുക. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് നേരെ തിരിച്ചായിരിക്കും. വിദേശ ആശ്രയത്വം കൂട്ടാന്നായിരിക്കും സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടാവുക. പക്ഷെ ഇവിടെ എന്താണ് പഠിക്കേണ്ടത്, കുറയ്ക്കുക എന്നുള്ളത് പഠിക്കുക. അടിസ്ഥാന ആവശ്യങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കി തുല്യത ഉറപ്പുവരുത്തുക. സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണം ഉറപ്പുവരുത്തുക. ഇതെല്ലാം എന്തിന്റെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്? ആസൂത്രണം, പ്ലാനിങ് ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങളാണ് എന്നുള്ള പോയിന്റ് കൃത്യമായിട്ട് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങളാണ് കുഞ്ഞുങ്ങളെ പറഞ്ഞത്. ഇപ്പുറത്ത് അത് ഷോർട്ടായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇവിടെ ഷോർട്ടായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കുറച്ചുകൂടെ അവർ ഇലാബറേറ്റ് ചെയ്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അത് ഓർത്തിരിക്കണം. അപ്പൊ 1928 എന്തായിരുന്നു സംഭവിച്ചത് പറഞ്ഞ്? USSRൽ ജോസഫ് സ്റ്റാലിൻ ആസൂത്രണം അഥവാ പഞ്ചവത്സര പദ്ധതികൾ അവതരിപ്പിച്ചു. ഓക്കെയാണ്, ക്ലിയർ അല്ലേ? അത് കഴിയുമ്പോൾ 45 എന്ത് സംഭവിച്ചു പറഞ്ഞേ? 45 പീപ്പിൾസ് പ്ലാൻ അല്ലെ. അത് ആരുമായി ബന്ധമുള്ളതാണ്? M.N. റോയ്. ഏതോ ഒരു സമിതിയുടെ കാര്യം പറഞ്ഞല്ലോടാ, യുദ്ധാനന്തര പുനർനിർമ്മാണ സമിതി. എന്തിന്റെ? ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് ലേബറിന്റെ. ഇത് ഏത് പദ്ധതിയുമായിട്ടാ ബന്ധം? പീപ്പിൾസ് പ്ലാൻ. ഓക്കെ. ബോംബെ പദ്ധതിയിൽ എത്ര പേര് ഉൾപ്പെട്ടിട്ടുണ്ട്? 8 പേരുണ്ട് അല്ലെ. മലയാളി ആരാണ് അതിൽ? ജോൺ മത്തായി. മലയാളി ആരാണ് അതിൽ? ജോൺ മത്തായി ആണ്, മറന്നുപോകരുത്. അപ്പൊ 1950 മാർച്ച് 15 പ്രത്യേകത പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞു. പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വരുന്നു. അതിനു മുമ്പ് അത് എവിടെയെങ്കിലും പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ടോ? ഓർക്കണം. 48 ഒന്നാമത്തെ വ്യാവസായിക നയത്തിൽ ആരെപ്പറ്റി പരാമർശമുണ്ട് കുഞ്ഞുങ്ങളെ? പറയാം. ഈ പറഞ്ഞ പ്ലാനിംഗ് കമ്മീഷനെ പറ്റി പരാമർശമുണ്ട്. പോയിന്റുകൾ കിട്ടിയോ? 40-50 എന്തായിരുന്നു പ്രത്യേകത? 40-50 പെട്ടെന്ന് പറഞ്ഞോ. 40-50 എന്തായിരുന്നു പ്രത്യേകത? സ്വാതന്ത്ര്യം അല്ലെ. സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യങ്ങളിലേക്ക് ആസൂത്രണം പതുക്കെ സഞ്ചരിക്കാനായിട്ട് തുടങ്ങി. അതിനെങ്ങനെയാണ് സാഹചര്യം ഉണ്ടായത്? 30കളിലും 40കളിലും സോവിയറ്റ് യൂണിയനിലുണ്ടായ വമ്പിച്ച സാമ്പത്തിക ലാഭം. ഓക്കെയാണ്. അപ്പൊ അത്രയും പോയിന്റുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലടാ, ഓൾഡ് SCERT. ഓൾഡ് SCERT നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആണ്. ഓൾഡ് SCERTക്ക് അകത്ത് ഈ ആസൂത്രണത്തെ പറ്റി എന്തൊക്കെ പോയിന്റുകളാണ് പറഞ്ഞിരിക്കുന്നത് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് പരിശോധിച്ചാലോടാ. സെയിം സാധനം നോക്കിയാടാ. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ സാമ്പത്തിക ആസൂത്രണത്തിന് ഇന്ത്യയിൽ തുടക്കം കുറിച്ചിരുന്നു. പോയിന്റ് കിട്ടിയില്ലേ? നോട്ട് ചെയ്യുക. ദാദാബായ് നവറോജിയുടെ ചോർച്ചാ സിദ്ധാന്തം. അപ്പൊ ചോർച്ചാ സിദ്ധാന്തം ആരുടെയാണെന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയല്ലോ. ആരുടേതാണ്? ദാദാബായ് നവറോജിയുടേതാണ്. ഓക്കെ ആണ്. ഇനി നോട്ട് ചെയ്യാം. ഇന്ത്യയുടെ വികസന മുരടിപ്പ്, ബ്രിട്ടീഷ് ചൂഷണവും എങ്ങനെ തരണം ചെയ്യാം എന്നതായിരുന്നു 1931 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ, നോട്ട് ചെയ്തോളണടാ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കറാച്ചി സമ്മേളനത്തിലെ പ്രധാന ചർച്ചാ വിഷയം. ഓൾഡ് SCERT ഇമ്പോർട്ടന്റ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഓർക്കുന്നുണ്ടോ? ഞാൻ നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞില്ലടാ. 34 മുമ്പ് പഴയ ടെക്സ്റ്റിൽ അവർ സ്റ്റാർട്ട് ചെയ്തത് എവിടെ നിന്നാണ്? 31 നിന്നാണെന്ന് നമ്മൾ പറഞ്ഞില്ലേ. അത് തന്നെയാണ് ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. വളരെ 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 ഇമ്പോർട്ടന്റ്. പിന്നെ അത് അടുത്ത് പറയുന്നുണ്ട് 38 ആസൂത്രണ സമിതി, 44 ഒരു സംഘം വ്യവസായികൾ ബോംബെ നഗരത്തിൽ സമ്മേളിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് വേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കി, ബോംബെ പ്ലാൻ. ഓക്കെയാണ്. അത് കഴിഞ്ഞപ്പോഴാണ് 1945 M.N. റോയ് ആവിഷ്കരിച്ച ജനകീയ പദ്ധതി. 1948 സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി വ്യാവസായിക നയം രൂപീകരിച്ചത് ആസൂത്രണത്തിലൂടെ ഇന്ത്യയുടെ വികസനം എന്ന ലക്ഷ്യത്തിന് കരുത്തേകി. ഇമ്പോർട്ടന്റ് ആണ്, അതും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണോടാ? ഓക്കെ ആണ്. പിന്നെ പ്ലാൻഡ് ഇക്കോണമി ഓഫ് ഇന്ത്യ എഴുതിയത് ആരാണ്? M. വിശ്വേശ്വരയ്യ. 1950 മാർച്ച് 15 ഈ പറഞ്ഞ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നത്. ഇതെല്ലാം ഏത് ടെക്സ്റ്റിനകത്ത് ഉണ്ടായിരുന്ന പോയിന്റുകളാണ്? കഴിഞ്ഞ തൊട്ട് പുറകിലുണ്ടായിരുന്ന SCERTക്കകത്ത് ഉണ്ടായിരുന്ന പോയിന്റുകളാണ്. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഒരിക്കൽ കൂടെ ഒന്ന് പറഞ്ഞോട്ടെ, കേൾക്കാവോ? ഒന്നാമത്തെ പോയിന്റ് നമ്മളിവിടെ പറഞ്ഞത് ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ സെയിം റെപ്പറ്റീഷൻ. ഇവിടെ പറഞ്ഞു ദാദാബായ് നവറോജിയുടെ ചോർച്ചാ സിദ്ധാന്തത്തെ പറ്റി ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ 1931 കറാച്ചി സ്റ്റേഷനിൽ എന്താണ് ചർച്ച ചെയ്തത് എന്നുള്ളത് അടിവരയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. 44 ബോംബെ പദ്ധതി ഉണ്ടെന്നും 45 പീപ്പിൾസ് പ്ലാൻ ഉണ്ടെന്നും 48 ഒന്നാം വ്യാവസായിക നയം ഉണ്ടെന്നും നമ്മൾ ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കി. വ്യാവസായിക നയത്തിന്റെ ഭാഗമായിട്ട് നമ്മളിവിടെ പറഞ്ഞു ഇന്ത്യയുടെ വികസനം എന്ന, അതായത് ആസൂത്രണത്തിലൂടെ ഇന്ത്യയുടെ വികസനം എന്ന ലക്ഷ്യം ഈ പറഞ്ഞ കരുത്തേകിയ ഒരു സാധനമാണ്. അത് നമ്മൾ പറഞ്ഞു.
ഇനി സാമ്പത്തിക ആസൂത്രണത്തിന് മാർഗനിർദ്ദേശങ്ങൾ നൽകിയ വ്യക്തിയാണ് എം വിശ്വേശ്വരയ്യ. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് നമ്മൾ ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടന്റ് ആണ് എടാ, ഇതും ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കണം. പഴയ SCERT ആണെന്നും പറഞ്ഞ് അതിനെ വിട്ടുകളയരുത് കേട്ടോ. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞു നീതി ആയോഗിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? തിങ്ക് ടാങ്ക് എന്ന് വിളിക്കാം അല്ലെ. നീതി ആയോഗിനെ നമുക്ക് എന്തെന്ന് വിളിക്കാടാ? തിങ്ക് ടാങ്ക് എന്ന് വിളിക്കാം. അപ്പൊ തിങ്ക് ടാങ്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് വലിയ സാധനമാണ് അല്ലെ. വലിയ സാധനം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും എങ്ങോട്ടേക്ക് ഒരു ചായ്വ് വരും, ഭരണഘടനയിൽ എവിടെയെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുള്ളതായിരിക്കും. കാരണം തിങ്ക് ടാങ്ക് അല്ലേ, ചിന്താ സംഭരണി എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഭരണഘടനയിൽ എവിടെയോ അതിനെപ്പറ്റി പറയുന്നുണ്ടാകും. പക്ഷേ ഭരണഘടനയിൽ ഒരിടത്തും ആരെപ്പറ്റി പറയുന്നില്ല? നീതി ആയോഗിനെ പറ്റി പറയുന്നില്ല. ഓക്കെ ആണല്ലോ. അപ്പൊ നീതി ആയോഗ് എന്ന് പറയുന്ന സ്ഥാപനം ഭരണഘടനാ സ്ഥാപനമല്ല എന്നുള്ളത് കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. നിങ്ങൾ ലക്ഷ്മികാന്ത് എന്ന് പറയുന്ന ഒരു പുസ്തകം വായിച്ചിട്ടുണ്ടാവും അല്ലെ. ഈ പറഞ്ഞ പരീക്ഷയ്ക്കൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു പുസ്തകമാണ് ലക്ഷ്മികാന്ത്. ഈ ലക്ഷ്മികാന്തിന്റെ ലേറ്റസ്റ്റ് എഡിഷനകത്ത് അവർ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കുണ്ട്, നീതി ആയോഗ് ഓർ ഒരു ഭരണഘടനാ സ്ഥാപനമല്ല, ബട്ട് എന്ത് സ്ഥാപനം എന്ന് വേണമെങ്കിൽ എനിക്ക് വിശേഷിപ്പിക്കാം, അതൊരു എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അതായത് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുമല്ല, നിയമപരമായി സ്ഥാപിക്കപ്പെട്ടതുമല്ല, ഭരണഘടനയിലും ഇല്ല. പക്ഷേ ഇതിനെ നമുക്ക് എന്ത് ടേം ചെയ്ത് വിളിക്കാൻ പറ്റൂടാ? ഒരു എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് വിളിക്കാം. അപ്പൊ അത് കൺഫ്യൂസിങ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. കാരണം നമ്മൾ തന്നെ ഇപ്പൊ പറഞ്ഞു അതൊരു ഭരണഘടനാ സ്ഥാപനമല്ല. അതിനോടൊപ്പം നമ്മൾ ചേർത്ത് പറയുന്നുണ്ട് എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്നൊരു വിശേഷണം നമുക്ക് അതിനകത്ത് വേണമെങ്കിൽ കൊടുക്കാം. ടെക്സ്റ്റ് പ്രകാരം ഞാൻ അതാ പറഞ്ഞ് റെഫർ ചെയ്ത് നോക്കുക. ആ ടെക്സ്റ്റിനകത്ത് അത് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് തിരിച്ചു വരാം. ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, സഹകരണ ഫെഡറലിസം മെച്ചപ്പെടുത്തുക, വിവിധ മന്ത്രാലയങ്ങളുടെ ഏകോപനം ഉറപ്പുവരുത്തുക, അങ്ങനെ ഇന്ത്യയുടെ വികസനത്തിനും പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കുക. എന്നിട്ട് രാജ്യത്തിന്റെ ചിന്താസംഭരണിയായി പ്രവർത്തിക്കുക, മറ്റു രാജ്യങ്ങളിലെ ചിന്താസംഭരണികളുമായി ആശയവിനിമയം നടത്തുക. നമ്മൾ മറ്റു രാജ്യങ്ങളുമായിട്ട് ഈ പറയുന്നത് പോലെ രാജ്യത്തെ ട്രെൻഡ് എന്താണ്, രാജ്യത്തല്ല ലോകത്തെ ട്രെൻഡ് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റു രാജ്യങ്ങളുമായിട്ട് എന്ത് നടത്താറുണ്ട്? ഈ പറയുന്ന ആശയവിനിമയം നടത്താറുണ്ട്. അപ്പൊ ഇത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ഫസ്റ്റ് പോയിന്റ്. എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാം? സഹകരണ ഫെഡറലിസം മെച്ചപ്പെടുത്തുന്നതിലൂടെ. മൂന്നാമത്തെ പോയിന്റ്, അത് മാത്രം മെച്ചപ്പെടുത്തിക്കൊണ്ടിരുന്ന പോരാ, ഏകോപിപ്പിക്കണം. ആരെ? മന്ത്രാലയങ്ങളെ. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ അടുത്ത പോയിന്റ് പറഞ്ഞു, ഇങ്ങനെയെല്ലാം ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? രാജ്യത്തിന്റെ വികസനം, രാജ്യം അതിനോടൊപ്പം പുരോഗതിയിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ എല്ലാം ചെയ്യുന്നത് കൊണ്ട് നീതി ആയോഗിനെ രാജ്യത്തിന്റെ തിങ്ക് ടാങ്ക്, ചിന്താസംഭരണി എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. മറ്റു രാജ്യങ്ങളിലും ചിന്താസംഭരണി ഉണ്ട്, അവരുമായി ആശയവിനിമയം നടത്തും. ചിന്താസംഭരണി എന്നൊക്കെ പറയുമ്പോൾ വലിയ എന്തോ സാധനമില്ലേ? ഭരണഘടനയിലുണ്ട് അല്ലേ? ഇല്ല, ഭരണഘടനയിൽ ഇല്ല. അതിന് പകരം നമ്മൾ വേറൊരു വാക്ക് അതിനകത്ത് കൂട്ടിച്ചേർത്തു, എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് വേണമെങ്കിൽ നമുക്ക് നീതി ആയോഗിനെ വിശേഷിപ്പിക്കാം. അപ്പൊ കുഞ്ഞുങ്ങളെ രണ്ടും കൂടെ ഒന്ന് ഒരുമിച്ച് പറഞ്ഞുകൂടാ. 1928 ലോകത്ത് ആദ്യമായി പഞ്ചവത്സര പദ്ധതികൾ അല്ലെങ്കിൽ ആസൂത്രണം അവതരിപ്പിക്കപ്പെടുന്നു. ആര്? ജോസഫ് സ്റ്റാലിൻ. അത് പിന്നീട് 30കളിലും 40കളിലും സോവിയറ്റ് യൂണിയനിൽ എന്തുണ്ടാക്കി? പെട്ടെന്ന് പറഞ്ഞു, സാമ്പത്തിക ലാഭം. 40കളിലും 50കളിലും സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യങ്ങളിലേക്ക് അത് പതുക്കെ 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 പ്രചരിക്കാൻ തുടങ്ങി. ഇന്ത്യയും അത്തരത്തിലൊരു രാജ്യമായിരുന്നു. നമ്മുടെ ചരിത്രം സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ പറഞ്ഞു തുടങ്ങാം. ഏതുമായി ബന്ധമുള്ള ചരിത്രം? ആസൂത്രണവുമായി ബന്ധമുള്ള ചരിത്രം. അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ നമ്മൾ 2 ടെക്സ്റ്റുകൾ റെഫറൻസിനായി എടുത്തു. പുതിയ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നു 34ലെ വിശ്വേശ്വരയ്യയുമായി ബന്ധമുള്ള ഒരു പോയിന്റ്. 38 38 ആസൂത്രണ കമ്മിറ്റി, 44 ബോംബെ പ്ലാൻ, 44 ഗാന്ധിയൻ പ്ലാൻ, 45 പീപ്പിൾസ് പ്ലാൻ, 48 ഒന്നാം വ്യാവസായിക നയം. ഈ പറഞ്ഞ ആസൂത്രണ കമ്മീഷനെ പറ്റി പരാമർശമുണ്ട്. പരാമർശമൊക്കെ കഴിഞ്ഞ് 50 മാർച്ച് 15 ആര് വന്നു? ആസൂത്രണ കമ്മീഷൻ വന്നു. ഓൾഡ് SCERT എടുത്താൽ 31ലെ കറാച്ചി സെഷൻ എന്നൊരു ആശയം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ ആസൂത്രണത്തിൽ അത്യാവശ്യം കരുത്തേകിയ അല്ലെങ്കിൽ ആസൂത്രണം എന്ന ആശയത്തിന് കരുത്ത് നൽകിയ ഒരു പോളിസി കൂടിയാണ് വ്യാവസായിക നയം ഒന്നാമത്തത് എന്നുള്ളതുകൂടി ഓൾഡ് SCERTക്കകത്ത് അവർ കൂട്ടിച്ചേർക്കുന്ന ഒരു പോയിന്റാണ്. പിന്നെ നമ്മൾ പഠിച്ചു ഈ പറഞ്ഞ പ്ലാനിങ്ങിന്റെ ലക്ഷ്യം എന്താണ്? പ്ലാനിങ്ങിനെ പറ്റി ജവഹർലാൽ നെഹ്റു എന്താണ് പറഞ്ഞത്? പ്ലാനിങ്ങിന്റെ ലക്ഷ്യങ്ങൾ 4 സിമ്പിൾ ആയിട്ടും 4 ഇലാബറേറ്റ് ചെയ്ത് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നീടാണ് നമ്മൾ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളെ പറ്റി പഠിച്ചത് അല്ലെ. ഈ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളെ പറ്റി പഠിക്കുമ്പോൾ 1950 കാര്യം നമ്മൾ പറഞ്ഞു, ഓർക്കുന്നില്ലടാ? മാർച്ച് 15. ഇപ്പൊ പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടോ? ഇല്ല. 2014 ആയപ്പോഴത്തേക്കും ഓഗസ്റ്റ് 13 പറയും, 17 പറയും.
13 നിർത്തലാക്കിയതാണ്, പക്ഷെ 17 പൂർണ്ണമായും നിർത്തലാക്കുന്നത്. അതിനു മുമ്പ് തന്നെ 17 പൂർണ്ണമായും നിർത്തലാക്കുന്നതിന് മുമ്പ് ഓഗസ്റ്റ് 15 നീതി ആയോഗിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പ്രഖ്യാപിക്കുകയുണ്ടായി. പ്രഖ്യാപനമെല്ലാം കഴിഞ്ഞു 2015 ജാനുവരി 1 നീതി ആയോഗ് പ്രവർത്തനം ആരംഭിച്ചു. എന്തിന്? ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. എങ്ങനെ? സഹകരണ ഫെഡറലിസം മെച്ചപ്പെടുത്തുന്നതിലൂടെയും വിവിധ മന്ത്രാലയങ്ങളെ ഏകോപിപ്പിക്കുന്നതിലൂടെയും. അപ്പോൾ വികസനവും പുരോഗതിയും ലഭിക്കും. അങ്ങനെ തിങ്ക് ടാങ്കായി പ്രവർത്തിച്ച് മറ്റു രാജ്യങ്ങളിലെ തിങ്ക് ടാങ്കുകളുമായി ആശയവിനിമയം നടത്തുക എന്നുള്ളതാണ് നീതി ആയോഗിന്റെ ലക്ഷ്യമെന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കുക. ക്ലിയർ അല്ലേടാ? ഇൻട്രൊഡക്ഷനും ലക്ഷ്യങ്ങളുമാണ് നമ്മൾ പഠിച്ചത്. SCERT കൂടെ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി പുതിയ SCERTക്കകത്ത് കുറച്ച് ലക്ഷ്യങ്ങൾ അധികം കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ജസ്റ്റ് വായിച്ചു പോകാം. ഒന്നാമത്തത് പ്രധാന ലക്ഷ്യങ്ങളാണ്. ഇന്ത്യയുടെ വികസന മുൻഗണനകൾക്കും പദ്ധതികൾക്കും കാഴ്ചപ്പാട് സൃഷ്ടിക്കുക. അപ്പൊ ഒന്നും കൂടെ പറഞ്ഞോടാ. ഇന്ത്യയുടെ വികസന മുൻഗണനകൾക്കും പദ്ധതികൾക്കും കാഴ്ചപ്പാട് സൃഷ്ടിക്കുക. ഓക്കെ ആണേടാ? ക്ലിയർ ആണ്? അതായത് വേറൊന്നുമല്ലടാ, രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുക, അത്രേ ഉള്ളൂ. ഇനി സുസ്ഥിര വികസനവും സമഗ്രമായ വളർച്ചയും പ്രോത്സാഹിപ്പിക്കുക. എന്താണ് ഈ സുസ്ഥിര വികസനം? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയും അല്ലെ. അതുപോലെ സമഗ്രമായ വളർച്ച, ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത്, ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. നീതി ആയോഗിന്റെ നവീകരണം, സംരംഭകത്വം, തൊഴിലവസരങ്ങൾ എന്നിവയിലൂടെ സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലൂടെയും രാജ്യത്ത് നവീകരിച്ച ആശയങ്ങൾ സൃഷ്ടിക്കുന്നതിലൂടെയും രാജ്യത്ത് സംരംഭകത്വം സൃഷ്ടിക്കുന്നതിലൂടെയും ഇവര് എന്ത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്? സാമ്പത്തിക വളർച്ച. പോയിന്റ് കിട്ടി. അടുത്തത് ആഗോള വൈവിധ്യവും വിഭവങ്ങളും പ്രയോജനപ്പെടുത്തുന്നതിന് അന്താരാഷ്ട്ര സംഘടനകളുമായും രാജ്യങ്ങളുമായും സഹകരിക്കുക. അതായത് മറ്റു രാജ്യങ്ങളുമായിട്ടും സംഘടനകളുമായിട്ടും ഒരു എന്ത് നടത്തണം? നമ്മൾ സഹകരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളത്. ഇനി ലാസ്റ്റത്തെ നോക്കിയിടാം. തന്ത്രപരവും ദീർഘകാലവുമായ നയങ്ങളും പരിപാടികളും വികസിപ്പിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യും. സ്ട്രാറ്റജിക് ആയിട്ടുള്ള ലോങ് ടേം പോളിസീസും പദ്ധതികൾ, സ്കീംസും ഡെവലപ്പ് ചെയ്ത് ഈ പറയുന്ന പോലെ നടപ്പിലാക്കുക എന്നുള്ളത് നീതി ആയോഗിന്റെ ലക്ഷ്യമാണ്. ഇതാണ് പുതിയ SCERTക്കകത്ത് കൊടുത്തിരിക്കുന്ന നീതി ആയോഗിന്റെ ലക്ഷ്യം. ഒന്നും കൂടെ ഒന്ന് നോക്കാമോ? വികസന മുൻഗണനകൾ, പദ്ധതികൾ എന്നിവ ആസൂത്രണം ചെയ്യുക, സുസ്ഥിര വികസനം ലക്ഷ്യമാക്കുക, സമഗ്ര വളർച്ചയും ഉൾപ്പെടുത്തുക, നവീകരണം, സംരംഭകത്വം, അതുപോലെ തന്നെ തൊഴിലവസരങ്ങൾ, ഇതിലൂടെ സാമ്പത്തിക വളർച്ച കൊണ്ടുവരിക. പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ എല്ലാ രാജ്യങ്ങളുമായിട്ടും അന്താരാഷ്ട്ര സംഘടനകളുമായിട്ട് സഹകരിക്കുക. പിന്നെ ഈ പറയുന്ന ദീർഘകാലവും തന്ത്രപരവുമായിട്ടുള്ള നയങ്ങൾ, പരിപാടികൾ എന്നിവ നടപ്പിലാക്കുക. അപ്പൊ ഇത് SCERTക്ക് ഉള്ളത് കൊണ്ട് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഇതിൽ നിന്ന് ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് നമ്മൾ പോവാണ്. ഏതാ? ഘടന. എന്താണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുള്ളതാ? ഘടന. നമ്മൾ നേരത്തെ ഈ പറഞ്ഞ ലക്ഷ്യങ്ങളും അതുപോലെ തന്നെ ഈ പറഞ്ഞ ലക്ഷ്യങ്ങളിലേക്ക് എത്തേണ്ടതായിട്ടുള്ള കുറെ സാഹചര്യങ്ങൾ ഉണ്ടാവും അല്ലെ. ആ സാഹചര്യങ്ങൾക്ക് എല്ലാം വേണ്ടി നമുക്ക് ആരുണ്ട്? ഒരു ഘടനയുണ്ട് നീതി ആയോഗിനെ സംബന്ധിച്ചിടത്തോളം. നീതി ആയോഗിന്റെ ഘടനയെ നമുക്ക് എപ്രകാരം പറയാം? ഒരു ചെയർമാൻ, ഒരു വൈസ് ചെയർമാൻ, ഒരു CEO. അവിടെ കഴിയുന്നില്ല. മെമ്പേഴ്സ് ഉണ്ട്, ഫുൾ ടൈം ഉണ്ട്, പാർട്ട് ടൈം ഉണ്ട്, സ്പെഷ്യൽ ഇൻവൈറ്റി ഉണ്ട്, എക്സ് ഒഫീഷ്യോ ഉണ്ട്. ഇങ്ങനെ 4 ടൈപ്പ് മെമ്പർമാർ കൂടി ആർക്കുണ്ടടാ? നീതി ആയോഗിനുണ്ട്. അപ്പൊ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ചെയർമാൻ, വൈസ് ചെയർമാൻ, CEO. മെമ്പർമാരായിട്ട് ഈ പറഞ്ഞ ഫുൾ ടൈം, പാർട്ട് ടൈം, സ്പെഷ്യൽ ഇൻവൈറ്റി, എക്സ് ഒഫീഷ്യോ. ഇങ്ങനെയാണ് നീതി ആയോഗിന്റെ ഘടനയെ നമുക്ക് പറയാനായിട്ട് സാധിക്കുക. ഇനി ചെയർമാൻ എന്ന് പറയുമ്പോൾ സ്ഥിരമാണ്, അതായത് എക്സ് ഒഫീഷ്യോ ചെയർമാനാണ്. ആര്? പ്രധാനമന്ത്രി. ആദ്യത്തെ നീതി ആയോഗ് ചെയർമാനും ഇപ്പോഴത്തെ നീതി ആയോഗ് ചെയർമാനും ദൈവം സഹായിച്ച ഒരാൾ തന്നെയാണ്. ആരാടാ? നരേന്ദ്രമോദി അല്ലെ. നരേന്ദ്രമോദി തന്നെയാണ്. വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. 2014 അല്ലെങ്കിൽ 2015 മുതലേ നരേന്ദ്രമോദി തന്നെയാണ്. അപ്പൊ നീതി ആയോഗിന്റെ 10ാമത്തെ വാർഷികമൊക്കെ ആയിരുന്നു, അറിഞ്ഞല്ലോ അല്ലെ. 10ാമത്തെ മറ്റേ നമ്മുടെ ഗവേണിംഗ് കൗൺസിൽ മീറ്റിംഗ് ഒക്കെ ഇപ്പൊ കൂടിയിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഓർത്തിരിക്കണം കേട്ടോ. അതേപോലെ വൈസ് ചെയർമാൻ, ഉപാധ്യക്ഷൻ. ആരാ ഉപാധ്യക്ഷൻ? പറഞ്ഞോ ഉണ്ട്, നാക്കിന് തുമ്പത്തുണ്ട്. പറഞ്ഞോ. നോട്ട് ചെയ്ത് വെച്ചേക്കണേടാ. സുമൻ കെ ബെറി കേട്ടോ. സുമൻ ആണ് എടാ, സുമല്ല, സുമൻ കെ ബെറി, BERY, SUMAN, സുമൻ കെ ബെറി ആണ് വൈസ് ചെയർമാൻ. നിലവിലത്തെ CEO മാർക്ക് ചെയ്തോ? BVR,
BVR സുബ്രഹ്മണ്യം. ബി ബോയുടെ ബി. BVR സുബ്രഹ്മണ്യം. BVR സുബ്രഹ്മണ്യം കേട്ടോ. BVR സുബ്രഹ്മണ്യം. ഓക്കെ. അപ്പൊ ആദ്യത്തെ വൈസ് ചെയർമാൻ ആരാണ്? നിങ്ങൾക്കറിയാം, അരവിന്ദ് പനഗരിയ. അരവിന്ദ് പനഗരിയ. ആരാണ് അരവിന്ദ് പനഗരിയ? ഇപ്പോ നിലവിൽ ധനകാര്യ കമ്മീഷൻ അല്ലേ, 16ാമത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അല്ലെ. മറന്നു പോകരുത്, ആർട്ടിക്കിൾ 280 പ്രകാരമാണ് ധനകാര്യ കമ്മീഷൻ. ആ ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് ആര്? ഈ പറയുന്നത് നമ്മുടെ അരവിന്ദ് പനഗരിയ. ഇപ്പോ മുമ്പ് ആദ്യത്തെ വൈസ് ചെയർമാൻ ആയിരുന്നു നീതി ആയോഗിന്റെ. ഓക്കെ. ആദ്യത്തെ CEO നിങ്ങൾക്ക് അറിയാലോ അല്ലെ, സിന്ധു ശ്രീ കുല്ലർ അല്ലെ. സിന്ധു ശ്രീ കുല്ലർ. മറന്നു പോകരുത്, ആദ്യത്തെ CEO ആണ് ആരെന്ന് പറയുന്നതാ? സിന്ധു ശ്രീ കുല്ലർ. മറന്നു പോകരുത്. ഓക്കെ. അപ്പൊ ആദ്യത്തെ CEO നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലേടാ? ശരി. ഇനി അടുത്തൊരു ചോദ്യമാണ്. ഫസ്റ്റ് മലയാളി മലയാളി CEO നീതി ആയോഗിന്റെ മാർക്ക് ചെയ്തേക്കണേടാ, പരമേശ്വർ അയ്യർ കേട്ടോ. പരമേശ്വർ അയ്യർ നീതി ആയോഗിന്റെ ആദ്യത്തെ CEO, മലയാളിയായ CEO ആണ് ആര്? ഈ പറഞ്ഞ പരമേശ്വർ അയ്യർ. മാർക്ക് ചെയ്തുകൊള്ളുക. അതുപോലെ നീതി ആയോഗിന്റെ മുൻ CEO ആയിരുന്ന ഒരാള് G20 ഷെർപ്പ പദവിയിൽ നിന്ന് രാജിവെച്ചു. ആരാണത്? അറിയാം, പറഞ്ഞോ. അമിതാഭ് കാന്ത്. അമിതാഭ് ബച്ചൻ അല്ല, അമിതാഭ് കാന്ത്. ഓക്കെ ആണേടാ? അമിതാഭ് കാന്ത് ആണ് അടുത്തിടെ G20 ഷെർപ്പ പദവിയിൽ നിന്നും രാജിവെച്ച മുൻ നീതി ആയോഗ് CEO. അത് മറന്നു പോകരുതേടാ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നോട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും G20 രാജ്യങ്ങൾ അറിയാനായിട്ടുള്ള ഒരു ത്വരയുണ്ടാകും. അപ്പൊ എന്റെ ഒന്നാമത്തെ ചോദ്യം, G20യിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ 21. എത്ര അംഗങ്ങളുണ്ട്? 21. എത്ര രാജ്യങ്ങളുണ്ട്? 19. എത്ര രാജ്യങ്ങളുണ്ടോടാ? 19. എത്ര അംഗങ്ങളുണ്ട്? 21. അപ്പൊ ടോട്ടൽ 21 അംഗങ്ങൾ. അതിൽ 19 എണ്ണമാണ് കൺട്രീസ്, രാജ്യങ്ങൾ 19 എണ്ണം, അല്ലാത്ത 2 പേരുമാണ് ഉള്ളത്. അപ്പോ നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ. ഒരു LGS പരീക്ഷയ്ക്ക് ഈ പറഞ്ഞ G20 രാജ്യങ്ങളിൽ പെടാത്തത് ഏത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലെറ്റർ നന്നായിട്ട് അറിയാലോ അല്ലെ. അപ്പൊ അതൊന്ന് മനസ്സിൽ പറഞ്ഞു നോക്കുക. ABC, EFG, IJK, MRST. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ G20 പഠിച്ചു കഴിഞ്ഞു. പറഞ്ഞോ. ABC, EFG, MRST, IJK. ഓക്കെ ആണ്? ഒന്നുകൂടെ പറഞ്ഞോളാം. ABC, EFG, IJK, MRST. കഴിഞ്ഞു. നിങ്ങളുടെ പരിപാടി കഴിഞ്ഞു. നിങ്ങൾ G20 രാജ്യങ്ങളും പഠിച്ചു. A വെച്ച് 4 പേരുണ്ട് മക്കളെ. നിങ്ങൾക്ക് A വെച്ച് തുടങ്ങുന്ന 4 രാജ്യങ്ങൾ അല്ലെങ്കിൽ 4 അംഗങ്ങളെ പറ്റി പറയാൻ പറഞ്ഞാൽ നിങ്ങളുടെ ലിസ്റ്റിൽ ആദ്യം ഉണ്ടാകുന്ന രാജ്യമാണ് അമേരിക്ക. ലിസ്റ്റിൽ രണ്ടാമതുണ്ടാകുന്ന രാജ്യമാണ് ഓസ്ട്രേലിയ. പിന്നെ ഇപ്പോ ആരെയൊക്കെയോ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞ് ചില കിംവദന്തികളൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. ആ മനുഷ്യൻ ഇവിടെ വരികയും ആൾക്കാരെ കണ്ട് ഓടുകയും ചെയ്തിട്ടുണ്ട്. ആ രാജ്യം ഓർത്തിരിക്കുക, അർജന്റീന. അപ്പൊ 3 എണ്ണം കിട്ടിയില്ലേ? ഓസ്ട്രേലിയ, അമേരിക്ക, അർജന്റീന. ഒരെണ്ണം മാത്രം ഒന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ, ആഫ്രിക്കൻ യൂണിയൻ. ഒരെണ്ണം മാത്രം പഠിച്ചാൽ മതി, ആഫ്രിക്കൻ യൂണിയൻ. അപ്പൊ വെച്ച് ആഫ്രിക്കൻ യൂണിയൻ അതാണ് രാജ്യമല്ലാത്തത്. ഓക്കെ. ഓസ്ട്രേലിയ, അമേരിക്ക, അർജന്റീന. എളുപ്പമാണ്. കഴിഞ്ഞു. ഇനി ഓവറായിട്ട് കാണാതെ പഠിക്കാൻ നിൽക്കേണ്ട, നിങ്ങളെ കൊണ്ടത് പറ്റും. ഇനി B വെച്ച് 2 പേര്. ആകെ B വെച്ച് നമുക്ക് 2 രാജ്യങ്ങളെ അറിയാവുള്ളൂ. ധൈര്യമായിട്ട് പറഞ്ഞു, ബ്രിട്ടനും ബ്രസീലും. C വെച്ച് 2 രാജ്യങ്ങളുണ്ട്. അതും 2 എണ്ണം നിങ്ങൾക്ക് അറിയാവുള്ളൂ, ചൈനയും കാനഡയും. ഏതൊക്കെയാണ്? ചൈന, കാനഡ. ഈ വെച്ച് ഒന്ന്. അത് ഇംഗ്ലണ്ട് അല്ല, യൂറോപ്യൻ യൂണിയൻ. ഇംഗ്ലണ്ട് അല്ല, യൂറോപ്യൻ യൂണിയൻ. അപ്പൊ പറഞ്ഞേടാ. A വെച്ച് 4 പേര്. അമേരിക്ക, ഓസ്ട്രേലിയ, ആഫ്രിക്കൻ യൂണിയൻ, അർജന്റീന. കഴിഞ്ഞു. മാറ്റിക്കോ. B2 ബ്രിട്ടനും ബ്രസീലും. C ചൈന, കാനഡ. E യൂറോപ്യൻ യൂണിയൻ. F ഫ്രാൻസ്. G ജർമ്മനി. I3 ഇന്ത്യ, ഇറ്റലി, ഇന്തോനേഷ്യ. ഇറ്റലി, ഇന്തോനേഷ്യ. ഇന്ത്യ. പഠിച്ചേക്കണം. J1 ജപ്പാൻ. K1 നോർത്ത് കൊറിയ അല്ല, സൗത്ത് കൊറിയ. M1 മെക്സിക്കോ. R1 റഷ്യ. S2 സൗത്ത് ആഫ്രിക്ക, സൗദി അറേബ്യ. T കുളിച്ചിട്ട് ഇതുടുത്ത് ഇങ്ങനെ ഇറങ്ങും, ഇങ്ങനെ വലിച്ചു കെട്ടി പോ. ടർക്കി ആലോചിക്കുക. അപ്പൊ തുർക്കി. കിട്ടിയല്ലോ, പോയിന്റ് കിട്ടിയ. അപ്പൊ പറ. A വെച്ച് 4 പേര്. ഓസ്ട്രേലിയ, അർജന്റീന,
അമേരിക്ക, ആഫ്രിക്കൻ യൂണിയൻ. B2 ബ്രിട്ടനും ബ്രസീലും. ഓക്കെ. E1 യൂറോപ്യൻ യൂണിയൻ. F പറഞ്ഞടാ ഫ്രാൻസ്. G പറ ജർമ്മനി. B പറ ബ്രസീലും ബ്രിട്ടനും. C പറ കാനഡയും ചൈനയും. ഓക്കെ. I പറ ഇന്ത്യ, ഇന്തോനേഷ്യ, ഇറ്റലി. ഓക്കെ. R പറ എന്റെ മുഖത്ത് നോക്കല്. R പറ റഷ്യ. T പറ തുർക്കി. S പറ സൗത്ത് ആഫ്രിക്ക, സൗദി അറേബ്യ. ക്ലിയർ ആയോ? മറന്നു പോകരുത് കേട്ടോ. G20 മറന്നു പോകരുത് കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മൾ മെമ്പർമാരുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ. വൈസ് ചെയർമാൻ, CEO, അതുപോലെ തന്നെ നമ്മുടെ ചെയർമാൻ, ഈ 3 പേര്. ഇത് നമുക്ക് അടുത്തതിലേക്കാണ് പോകേണ്ടത്. ഇവരാരൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്കൊരു ധാരണ വേണം. അതേപോലെ തന്നെ SCERT-ക്കകത്ത് ഈ ഘടനയെ പറ്റി പറയുന്നുണ്ട്. അതുകൂടെ നമുക്കൊന്ന് നോട്ട് ചെയ്യാം. SCERT-യിൽ ഈ പറയുന്ന ഘടനയുണ്ട്, നമുക്ക് നോട്ട് ചെയ്യാം. നീതി ആയോഗിന്റെ ഘടന. അധ്യക്ഷൻ, എല്ലാ മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും അംഗങ്ങളാണ്. പ്രധാനമന്ത്രി നിശ്ചയിക്കുന്ന ഉപാധ്യക്ഷൻ ഉണ്ടാകും. 2 പാർട്ട് ടൈം അംഗങ്ങൾ ഉണ്ടാകും. 4 അനൗദ്യോഗിക അംഗങ്ങൾ ഉണ്ടാകും. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ടാകും. പ്രധാനമന്ത്രി നിയോഗിക്കുന്ന 4 കേന്ദ്രമന്ത്രിമാർ അനൗദ്യോഗിക അംഗങ്ങൾ. ഇതായത് അപ്പോയിന്റ് ചെയ്യുന്ന 4 കേന്ദ്രമന്ത്രിമാരായിരിക്കും അനൗദ്യോഗിക അംഗങ്ങൾ. എക്സ് ഒഫീഷ്യോ ആണ് അവരിവിടെ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയാണ് ടെക്സ്റ്റിനകത്ത് കൊടുത്തിരിക്കുന്ന എന്തെന്ന് പറയുന്നത് ഘടന എന്ന് പറയുന്നത്. അപ്പൊ അതും കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യണം. ടെക്സ്റ്റിനകത്ത് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ് നമ്മൾ അപ്പുറത്ത് പറഞ്ഞിരിക്കുന്നത്, ഏകദേശം ഒരേപോലെ തന്നെ. അപ്പൊ നോക്കാം ഫുൾ ടൈം മെമ്പേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. VK സാരസ്വത്, VK പോൾ, രമേഷ് ചന്ദ്, അരവിന്ദ് വിർമാനി, രാജീവ് ഗൗബ. പറഞ്ഞോ 4 പേരുണ്ടേടാ. 4 പേരുടെയും പേരുകൾ ടക്ക എന്ന് പറഞ്ഞോ. VK സാരസ്വത്, VK പോൾ, രമേഷ് ചന്ദ്, അരവിന്ദ് വിർമാനി, രാജീവ് ഗൗബ. ഓക്കെ. ഇനി ഇവര് ഏത് മേഖലയിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. വേണ്ടേ? അറിഞ്ഞിരിക്കണ്ടേ? വേണം. നിങ്ങളുടെ ഒരു മലയാളി സ്വഭാവം വെച്ച് ഈ പറഞ്ഞ കൂട്ടത്തിൽ നിങ്ങൾക്ക് കാർഷിക മേഖലയിൽ നിന്ന് വരുന്ന ആൾ ആരാണ് എന്ന് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടാവണം. നമ്മളെ സംബന്ധിച്ച് എപ്പോഴും കൃഷിക്കാരനായ രമേശനായിരിക്കും. രമേശനെ ആലോചിക്ക്, കൃഷി കിട്ടും. രമേശനെ ആലോചിക്ക്, കൃഷി. രമേശൻ കൃഷി. ശരി. ഇനി കൂട്ടത്തിൽ ഹെൽത്ത്, വീണ്ടും മലയാളി, പച്ചയായ മലയാളിയായിട്ട് ചിന്തിക്കുക, ഉത്തരം കിട്ടും. നമുക്ക് എപ്പോഴും ഡോക്ടർ പോൾ അല്ലേ? ഡോക്ടർ പോൾ ഹെൽത്ത്, ആരോഗ്യം. ഡോക്ടർ പോൾ ആരോഗ്യം. ഓക്കെ. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഈ മണി, MANI, മണി, MANI, മണി. എന്താണ് ഈ മണി? സബ്ജക്ട് റിലേറ്റഡ് ടു മണി, എക്കണോമിക്സ്. അപ്പൊ അരവിന്ദ് വിർമാനി എക്കണോമിക്സ്. രാജീവ് ഗൗബ, അതിന് പ്രത്യേകിച്ച് കോഡൊന്നുമില്ല, പഠിച്ചു വെച്ചേക്കുക. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി കേട്ടോ, മുൻ ക്യാബിനറ്റ് സെക്രട്ടറി. അപ്പൊ ഈ 5 പേരെയും പഠിക്കുക. എടാ, ഇത് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യുന്നതും കൂടിയാണ് കേട്ടോ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്ന സമയത്ത് മൈറ്റ് ബി ഇത് ചേഞ്ച് ചെയ്തിട്ടുണ്ടാകാം ചിലപ്പോൾ. മുമ്പ് ഇത് 4 ആയിരുന്നു, മുമ്പ് ഇത് 3 ആയിരുന്നു, 4 ആയി, ഇതിപ്പോ 5 ആയി. ഓക്കെ. ഇപ്പൊ റീസെന്റ് മെമ്പർ ആണ് ആര്? രാജീവ് ഗൗബ എന്ന് പറയുന്നത്. അതിന് തൊട്ട് മുമ്പുണ്ടായിരുന്നതാണ് ആര്? അരവിന്ദ് വിർമാനി. ഇനി ലാസ്റ്റ് ഒരാൾ കൂടെ കിടപ്പുണ്ട് അല്ലേ? അയാളെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ, എടാ നിങ്ങൾക്ക് ഈ സയൻസ് സബ്ജക്റ്റുകളൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തലയ്ക്കകത്ത് ആൾതാമസം വേണം. ഈ ആൾതാമസമുള്ള ആൾക്കാർക്ക് ആരുടെ കടാക്ഷം കൂടുതലായിരിക്കും? സരസ്വതി കടാക്ഷം. അപ്പൊ ഇങ്ങേര് സയൻസ് ആൻഡ് ടെക്നോളജി. അത്രേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. മുൻ DRDO മേധാവി കൂടിയാണ് കേട്ടോ അദ്ദേഹം, മുൻ DRDO മേധാവി. അപ്പൊ പോയിന്റ് കിട്ടിയല്ലോടാ. ഓരോ പോയിന്റുകളായി ഒന്നും കൂടെ പറയുക. ആദ്യത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു 4 ഫുൾ ടൈം മെമ്പേഴ്സ് ഉണ്ട്, 5 ഫുൾ ടൈം മെമ്പേഴ്സ് ഉണ്ട്. VK സാരസ്വത്, VK പോൾ, രമേഷ് ചന്ദ്, അരവിന്ദ് വിർമാനി, രാജീവ് ഗൗബ. സരസ്വതിയെ കിട്ടി സയൻസ് ആൻഡ് ടെക്നോളജി, പോൾ ഹെൽത്ത്, ചന്ദ് അഗ്രികൾച്ചർ, വിർമാനി മണി, അപ്പൊ എക്കണോമിക്സ്, രാജീവ് ഗൗബ ക്യാബിനറ്റ് സെക്രട്ടറി. ഞാൻ എഴുതുന്നത് കാണാൻ പറ്റുന്നില്ല അല്ലേ? ഒന്നുകൂടെ വൃത്തിയായിട്ട് എഴുതിത്തരാം, വെയിറ്റ് ചെയ്യും, 1 മിനിറ്റ് ആടാ. VK സാരസ്വത് സയൻസ് ആൻഡ് ടെക്നോളജി, ഹെൽത്ത്, കൃഷി, അഗ്രികൾച്ചർ, എക്കണോമിക്സ്, മുൻ ക്യാബിനറ്റ് സെക്രട്ടറി. പോയിന്റ് കിട്ടിയല്ലോടാ. ഓക്കെ. ഇനി നിങ്ങൾക്കുള്ളൊരു ജോലിയാണ് നിലവിലത്തെ ക്യാബിനറ്റ് സെക്രട്ടറി ആരാണെന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ചോ. ഓക്കെ. അടുത്തതിലോട്ട് പോവാം. ഓക്കെ. അടുത്ത നമുക്ക് നോട്ട് ചെയ്യേണ്ടതാണ് സ്പെഷ്യൽ ഇൻവൈറ്റീസ് ആണ്, പ്രത്യേക ക്ഷണിതാക്കൾ എന്ന് നമ്മൾ പറയും. ഓക്കെ. നമുക്ക് നമ്മളായിട്ട് പഠിക്കും. ഇപ്പുറത്ത് എഴുതിയിരിക്കുന്നത് ഇപ്പൊ തൽക്കാലം നോക്കണ്ട കേട്ടോ, 11 പേരുണ്ട്. ഓക്കെ.
എന്തുകൊണ്ടാണ് ഈ 11 പേരെയും പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ പഠിക്കണ്ട, കാണാതെ ഒന്നും പഠിക്കണ്ട, അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. അപ്പൊ നിങ്ങൾ ചോദിക്കുക അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് തന്നെയല്ലേ കാണാതെ പഠിക്കുക എന്ന് പറയുന്നത്? അല്ല, വ്യത്യാസമുണ്ട്. അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് കാണാതെ പഠിക്കുക എന്നുള്ളതല്ല, അത് വേറൊരു കാര്യമാണ് കേട്ടോ. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്നുള്ളത് നിങ്ങൾ പഠിച്ച് ആയതല്ലല്ലോ, അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമില്ല. അതേപോലെ ആലോചിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഒന്നാമത്തെ പോയിന്റ്, ഞാൻ ഇവിടെ ഒരു കോഡ് എഴുതിയിടാം. ഓക്കെ, കോഡ് 1 JPN ആരോഗ്യവകുപ്പ്, JPN ആരോഗ്യവകുപ്പ്. ഉത്തരം കിട്ടി, മനസ്സിൽ പറഞ്ഞോ? JP നഡ്ഡ, വെരി ഗുഡ്, JP നഡ്ഡ. അടുത്തത് ഇത് കരി റോഡ് ആലോചിക്ക്, കരി ആലോചിക്ക്, നിതിൻ ഗഡ്കരി റോഡ് ഗതാഗതം, ഹൈവേ. കരി ആലോചിക്കുക, അപ്പൊ നിതിൻ ഗഡ്കരി കിട്ടും. ഓക്കെ, അടുത്തത് HD ആലോചിക്ക്, പണ്ട് നമുക്ക് ഈ HD വീഡിയോ ഒക്കെ വളരെ ലിമിറ്റഡ് ആയിരുന്നു, ഓർക്കുന്നുണ്ടാവുമല്ലോ അല്ലെ? പഴയ ഒരു കാലഘട്ടം, അത് ആലോചിക്കുക. അപ്പോൾ HD അത്യാവശ്യം കൂടിയ സാധനമാണല്ലോ. അപ്പോൾ ഹെവി അത്യാവശ്യം കൂടിയ സാധനം, ഹെവി. ഓക്കെ, HD കുമാരസ്വാമി. ഓക്കെ, മറ്റേ സാധനം ആലോചിക്കുക, ബാബുസ്വാമി ഇല്ലേ, അയാളെ ആലോചിക്കുക. ഞാനും ബാബുസ്വാമിയും കൂടെ ഡാൻസ് കളിക്കുന്ന പരിപാടി പറഞ്ഞിട്ടില്ലേ, അത് ആലോചിച്ചാൽ മതി. ഹെവി സാധനം. ഓക്കെ, ഹെവി സാധനം ഇറക്കിയിട്ടുണ്ട്, ഹെവി ഇൻഡസ്ട്രീസ് കേട്ടോ. ഹെവി ഇൻഡസ്ട്രീസ് ആണ് ബാബുസ്വാമി, ഹെവി ഇൻഡസ്ട്രീസ് ബാബുസ്വാമി. HD കുമാരസ്വാമി കേട്ടോ. ബാബുസ്വാമി എന്നൊന്നും എഴുതി വെക്കല്ലേ, HD കുമാരസ്വാമി. ശരി, അപ്പൊ JP നഡ്ഡ, നിതിൻ ഗഡ്കരി, HD കുമാരസ്വാമി. അടുത്തതിലോട്ട് പോവാമോ? ഓക്കെ, അടുത്ത് നിങ്ങൾ പറയാൻ ചാൻസ് കുറവാണ്, എന്നാലും ഞാനൊന്ന് ഷോർട്ടായിട്ട് എഴുതിയിടുകയാണ്. എടാ, ജിതൻ റാം മാഞ്ചി. എന്താണ്? ജിതൻ റാം മാഞ്ചി. ഓക്കെ, അതിനകത്ത് പ്രത്യേകിച്ച് കോഡൊന്നുമില്ല. ജിതൻ റാം മാഞ്ചി MSME വകുപ്പാണ് കേട്ടോ. MSME കേട്ടോ, MSME. എടാ, ഈ സൈഡിലോട്ട് എഴുതുന്നുണ്ട്, കാണാൻ പറ്റാത്തവർ തൽക്കാലം അപ്പുറത്തോട്ട് നോക്കിക്കോ, കുഴപ്പമില്ല. MSME, ജിതൻ റാം മാഞ്ചി, MSME ആണ്. ശരി, ഇനി അടുത്ത ആളിലേക്ക് നമ്മൾ പോവാണ്. അടുത്ത ആള് രാജീവ് രഞ്ജൻ സിംഗ്, RRS. രാജീവ് രഞ്ജൻ സിംഗ്. എടാ, പണ്ട് കാലങ്ങളിൽ ഈ രാജാക്കന്മാരുടെ വീട്ടിൽ എന്തോന്നുണ്ടാവും? രാജ്ഞി എന്നൊന്നും പറയരുത്, മന്ത്രി എന്നും പറയരുത്, ഭടന്മാരെന്നും പറയരുത്. കാരണം ഭടന്മാര് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ഉത്തരം. കുതിര ആലോചിക്കുക, കുതിര, ആന പോലുള്ള മൃഗങ്ങളൊക്കെ അല്ലേ. അപ്പൊ രാജീവ് രഞ്ജൻ എന്ന് പറയുമ്പോൾ അയാൾക്ക് അനിമൽ ഹസ്ബൻഡറി എന്ന് ആലോചിക്കുക കേട്ടോ. രാജീവ് രഞ്ജൻ സിംഗ്, അനിമൽ ഹസ്ബൻഡറി, ഫിഷറീസ് ഒക്കെയാണ് അദ്ദേഹത്തിന്റെ പേര്. ലാലൻ സിംഗ് എന്നും അയാളെ വിളിക്കും കേട്ടോ. ലാലൻ സിംഗ്, ഒരു പേര് പഠിക്കാനേ നമ്മൾ ബുദ്ധിമുട്ടും, പക്ഷെ ഇതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ലാലൻ സിംഗ്. ഓക്കെ, അടുത്തത് വീരേന്ദ്രകുമാർ. ഓക്കെ, സാമൂഹിക നീതിക്ക് വേണ്ടി പോരാടുന്നത് വീരന്റെ കർത്തവ്യമാണ് എന്ന് ആലോചിക്കുക. അപ്പൊ ഉത്തരം കിട്ടും വീരേന്ദ്രകുമാർ. നീതിക്ക് വേണ്ടി പോരാടാൻ വീരന്മാരാണുള്ളത്, വീരേന്ദ്രകുമാറാണ് മന്ത്രി. ഓക്കെ ആണേ, അപ്പൊ അത് നമുക്ക് കിട്ടി. അടുത്തതാണ് നമ്മുടെ ആള്. ഓക്കെ, ഇവിടെ സോഷ്യൽ ജസ്റ്റിസ് ആണ്. റാം മോഹൻ നായിഡു, അതാണ് RMN എന്ന് ഇട്ടേക്കുന്നത് കേട്ടോ. റാം മോഹൻ നായിഡു. ലോകത്തിലെ ആദ്യത്തെ വിമാനമാണ് നമ്മുടെ പുഷ്പക വിമാനം ആണല്ലോ. ആരുടെ വിമാനം? രാവണന്റെ വിമാനം. അതിൽ ആരുടെ വൈഫിനെയാണ് അടിച്ചുകൊണ്ട് പോയത്? രാമന്റെ വൈഫ്. ഇനിയും വൈഫിനെ അടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ ആ മന്ത്രാലയം നമ്മൾ ആർക്ക് തന്നെ കൊടുക്കുകയാണ്? രാമന് തന്നെ കൊടുക്കുകയാണ്. സോ റാം മോഹൻ നായിഡു. വ്യോമഗതാഗതം, സിവിൽ ഏവിയേഷൻ കേട്ടോ. വ്യോമഗതാഗതം, സിവിൽ ഏവിയേഷൻ, മറന്നു പോകരുത്. രാമനെ ആലോചിക്കുക, രാമന്റെ വൈഫിനെ അടിച്ചുകൊണ്ട് പോയത് ആലോചിക്കുക. ഇനി അടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ നീ തന്നെ ആ മന്ത്രാലയം നോക്കിക്കോ എന്ന് പറഞ്ഞപ്പോൾ റാം മോഹൻ നായിഡു. കിട്ടിയില്ലേ? ഓക്കെ, ശരി, അപ്പൊ അതും കഴിഞ്ഞു. ഇനി അടുത്തത് ജുവൽ ഓറമാണ്. ജുവൽ ഓറം. തൽക്കാലം ജുവൽ ഓറം ആലോചിക്കുക. ജുവൽ ഓറം ട്രൈബൽ അഫയേഴ്സ് ആണ് കേട്ടോ. അതിനകത്ത് പ്രത്യേകിച്ച് കുരുട്ടൊന്നും എനിക്ക് ആലോചിച്ചിട്ട് വരുന്നില്ല. നിങ്ങളായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തിട്ടേക്കുക. ജുവൽ ഓറം ട്രൈബൽ അഫയേഴ്സ് കേട്ടോ. ജുവൽ ഓറം ട്രൈബൽ അഫയേഴ്സ്. അടുത്തത് അന്നപൂർണാദേവി, വനിതാ ശിശു വികസനം. ഓക്കെ, വീട്ടിൽ പോയിട്ട് അമ്മ ചോറ് എന്നല്ലേ ചോദിക്കുക, അപ്പൊ അന്നം തരുന്നത് ദേവി, അന്നപൂർണാദേവി. ആലോചിക്കണേ, അന്നപൂർണാദേവി. ഇനി അടുത്ത ആളാണ് CP, ഫുഡ് പ്രോസസ്സിംഗ് ആണ്. CP ചിരാഗ് പസ്വാൻ. നിങ്ങൾ തമിഴിൽ വിശക്കുന്നു എന്ന് പറയുന്നത് പസി, ഫുഡ്, പസി മാറണമെങ്കിൽ ഫുഡ് വേണം. അപ്പൊ ഫുഡ് പ്രോസസ്സിംഗ് ചിരാഗ് പസ്വാൻ. അടുത്തത് റാവു ഇന്ദ്രജിത് സിംഗ്. അതിനും പ്രത്യേകിച്ച് ഒന്നുമില്ലടാ, സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് കേട്ടോ. സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ,
അതെന്താണ്? സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പൊ അതെല്ലാം ഒന്ന് ഓർത്തിരിക്കണടാ. അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കിയാലോ? ശരി, നമുക്ക് റെഡി അല്ലേ? ഓക്കെ. അപ്പൊ JPN എന്താണ്? ഇത് നോക്കല്ലേ. JPN എന്തായിരുന്നു? JP നഡ്ഡ, വകുപ്പ് പറ. ആരോഗ്യം. NG കരി നിതിൻ ഗഡ്കരി, എന്തോന്നാണ്? റോഡ് ഗതാഗതം. HD HD കുമാരസ്വാമി ബാബുസ്വാമി, ഹെവി ഇൻഡസ്ട്രീസ് അല്ലെ? ഹെവി ഇൻഡസ്ട്രീസ് കേട്ടോ, ഹെവി ഇൻഡസ്ട്രീസ്. ഓക്കെ. അടുത്ത് ജിതൻ റാം മാഞ്ചി, MSME, അതിന് നമ്മൾ കോഡൊന്നും പറഞ്ഞില്ല. RRS രാജാവ് എന്ന് പറയുമ്പോൾ മൃഗങ്ങൾ ഉണ്ടാവും, അനിമൽ ഹസ്ബൻഡറി. VK വീരേന്ദ്രകുമാർ, സോഷ്യൽ ജസ്റ്റിസ്, നീതിക്ക് വേണ്ടി പോരാടുന്ന നീതിമാനാണ് വീരൻ. അടുത്ത റാംമോഹൻ നായിഡു, രാമന്റെ വൈഫിനെ അടിച്ചുകൊണ്ട് പോയത് കൊണ്ട് മന്ത്രാലയം രാമന് കൊടുത്തു വൈഫിനെ നോക്കാൻ, അപ്പൊ റാംമോഹൻ നായിഡു. ജയോ ജുവൽ ഓറം. APD ഫുഡ്, അമ്മ വിശക്കുന്നു, ഫുഡ്, അന്നപൂർണ ദേവി. ചിരാഗ് പസ്വാൻ, പസി എന്ന് പറയുമ്പോൾ ഫുഡ് പ്രോസസ്സിംഗ്. അടുത്ത റാവു ഇന്ദ്രജിത്ത് സിംഗ്, RIS ആണ് പഠിച്ചത്, റാവു ഇന്ദ്രജിത്ത് സിംഗ്. അപ്പൊ ഇത്രയും പേരെ ഒന്ന് ഞാൻ പറയില്ല, കാണാതെ പഠിക്കണ്ടടാ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. അപ്പൊ ഫുൾ ടൈം മെമ്പർമാർ 5 പേരെ പറഞ്ഞ്. രാജീവ് ഗൗബ ക്യാബിനറ്റ് സെക്രട്ടറി, അരവിന്ദ് വിർമാനി എക്കണോമിക്സ്, രമേശ് ചന്ദ് കൃഷി, പിന്നെ VK സാരസ്വത് സയൻസ് ആൻഡ് ടെക്നോളജി, VK പോൾ. മറന്നു പോലടാ. 1928 പെട്ടെന്ന് പറ. USSRൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചു, ഉറപ്പല്ലേ? 45 പീപ്പിൾസ് പ്ലാൻ, 48 ഒന്നാം വ്യാവസായിക നയം, 31 കറാച്ചി സെഷൻ. മറന്നുപോയല്ലോ കേട്ടോ. ഓക്കെ. 6 ലക്ഷ്യങ്ങൾ പറഞ്ഞോടാ. ട്രാൻസ്ഫോമിങ് ഇന്ത്യ, എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാം? സഹകരണ ഫെഡറലിസം മെച്ചപ്പെടുത്തി, മന്ത്രാലയങ്ങൾ ഏകോപിപ്പിച്ച്, അപ്പൊ വികസനവും പുരോഗതിയും കിട്ടും. തിങ്ക് ടാങ്ക് ഓഫ് ഇന്ത്യ, മറ്റു രാജ്യങ്ങളിലെ തിങ്ക് ടാങ്കുകളുമായി ആശയവിനിമയം നടത്തുക. ഓക്കെ. അപ്പോൾ മൂവിങ് ഓൺ ടു അടുത്ത പോർഷൻ, എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് അല്ലെ, അനൗദ്യോഗിക മെമ്പേഴ്സ് ആണ്. എളുപ്പമാണ്. രാജ്നാഥ് സിംഗ് ഉണ്ട്, അമിത്ഷാ, ശിവരാജ് സിംഗ് ചൗഹാൻ, നിർമ്മല സീതാരാമൻ. ഈ 3 പേരെ നിങ്ങൾക്ക് അറിയാം. ആകെ അറിഞ്ഞുകൂടാത്തത് ഇയാളെയാണ്, ശിവരാജ് സിംഗ് ചൗഹാൻ. അത് മാത്രം ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ശിവരാജ് സിംഗ് ചൗഹാൻ, അതുപോലെ തന്നെ നമ്മുടെ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, നിർമ്മല സീതാരാമൻ. അപ്പൊ അത് ആലോചിച്ച് വെച്ചിരുന്നാൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കണേ. ഇതിൽ കുറെ നാളായിട്ട് ജസ്റ്റ് മാറ്റം ഉണ്ടായിരിക്കുന്നത് കൃഷിമന്ത്രിക്ക് മാത്രമാണ്. തൊട്ട് മുമ്പുണ്ടായിരുന്ന ആള് മാറിയിട്ടാണ് പുതിയ ആള് വന്നത്. ഓക്കെ, ശരി. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോകാം. ഇനി നമുക്ക് അടുത്ത പറയാനുള്ളത് ഏതാടാ? കൗൺസിലുകളാണ്. നീതി ആയോഗിന്റെ കൗൺസിലുകൾ എന്തൊക്കെയാണെന്നുള്ളതിനെ പറ്റി പഠിക്കും. അത് കഴിഞ്ഞാൽ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറയും. അത് കഴിഞ്ഞാൽ ഹബ്ബുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ പറയും. അപ്പൊ ഇത് 3 എണ്ണവുമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുള്ളത്, കൗൺസിലുകൾ. അപ്പൊ ഏറ്റവും ആദ്യം നമുക്ക് കൗൺസിലുകളിൽ നിന്ന് എന്ത് ചെയ്യാം? സ്റ്റാർട്ട് ചെയ്യാം. 2 കൗൺസിലുകളാണ് ഉള്ളത്. 2 കൗൺസിലുകൾ എന്ന് പറയുമ്പോൾ അതിൽ ഒന്നാമത്തത് ഗവർണിംഗ് കൗൺസിൽ, രണ്ടാമത്തത് റീജിയണൽ കൗൺസിൽ അല്ലെ. നിങ്ങൾ ആസൂത്രണത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അല്ലെങ്കിൽ കുറച്ചു മുമ്പ് ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ ആസൂത്രണം എന്ന ആശയം അവതരിപ്പിച്ചൊക്കെ കഴിഞ്ഞു. പഞ്ചവത്സര പദ്ധതികളും വന്നു. ഈ പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പിന് വേണ്ടിയല്ലേ നമ്മൾ പ്ലാനിംഗ് കമ്മീഷനെ കൊണ്ടുവന്നത്? നടത്തിപ്പിന് വേണ്ടി അല്ലേ? അംഗീകാരം കൊടുത്തിരുന്നത് ആരായിരുന്നടാ? NDC ആയിരുന്നു കേട്ടോ. അംഗീകാരം കൊടുത്തിരുന്നത് ആരായിരുന്നടാ? NDC, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ, ദേശീയ വികസന സമിതി. ഇപ്പോ NDC ഉണ്ടോ? ഇല്ല. പകരം ആരുണ്ട്? ഗവേണിംഗ് കൗൺസിൽ. അപ്പൊ NDCക്ക് പകരം നിലവിൽ വന്ന സമിതി ഏതാണ് എന്ന് ചോദിച്ചാൽ അതിനുത്തരമാണ് ഗവേണിംഗ് കൗൺസിൽ. ഗവേണിംഗ് കൗൺസിൽ ഇമ്പോർട്ടന്റ് ആണ്. ഗവേണിംഗ് കൗൺസിൽ ഇമ്പോർട്ടന്റ് ആണ്. ശരി, ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഗവേണിംഗ് കൗൺസിലിന്റെ മറ്റ് പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത അംഗങ്ങളിൽ പാർട്ട് ടൈം അംഗങ്ങളും CEO ഒഴികെയുള്ള എല്ലാ മെമ്പർമാരും ഏതിനകത്തും മെമ്പറാണ്? ഗവേണിംഗ് കൗൺസിൽ. ആരൊക്കെ ഇല്ല? CEO ഇല്ല, പാർട്ട് ടൈം മെമ്പർമാരും ഒഴികെയുള്ളവർ ഗവേണിംഗ് കൗൺസിൽ അംഗങ്ങളാണ്. അതോടൊപ്പം തന്നെ എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും മുഖ്യമന്ത്രി ഉണ്ടാകും. ഇനി നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മുഖ്യമന്ത്രി ഉണ്ടാകും. ഇല്ല എന്നുണ്ടെങ്കിൽ ലെഫ്റ്റനന്റ് ഗവർണർ ആയിരിക്കും. അപ്പൊ മെമ്പർമാർ ആരൊക്കെയാണെന്ന് പറഞ്ഞേ? പ്രധാനമന്ത്രി, വൈസ് ചെയർമാൻ, CEO ഉണ്ടോ? ഇല്ല. ഫുൾ ടൈം മെമ്പർ, ഓക്കെ. പാർട്ട് ടൈം ഉണ്ടോ? ഇല്ല. സ്പെഷ്യൽ ഇൻവൈറ്റി, എക്സ് ഒഫീഷ്യോ, എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും മുഖ്യമന്ത്രി. UT നിയമസഭയുണ്ടെങ്കിൽ മുഖ്യമന്ത്രി, UT നിയമസഭയില്ലെങ്കിൽ ലെഫ്റ്റനന്റ് ഗവർണർ. ഇത്രയും പേരാണ് ഗവേണിംഗ് കൗൺസിലിനകത്ത് അംഗങ്ങളായിട്ട് ഉണ്ടാവുക.
ഇനി നിങ്ങൾ ഈ അംഗങ്ങളുടെ സംഭവമൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായില്ലേ? ഇതിലെ അംഗങ്ങൾ യൂണിയനെ റെപ്രസെന്റ് ചെയ്തും വരുന്നുണ്ട്, സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്തും വരുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞു നിർത്തിയ ഒരു പോയിന്റ് ഉണ്ട്, കോപ്പറേറ്റീവ് ഫെഡറലിസം, സഹകരണ ഫെഡറലിസം എന്നൊരു പോയിന്റ് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? സഹകരണ ഫെഡറലിസം, സ്റ്റേറ്റ് സെന്ററിനെ ഏകോപിപ്പിച്ച് കൊണ്ടുപോവുക. ആ പരിപാടി ഏത് കൗൺസിലിനകത്താണ് നടത്തപ്പെടുന്നത്? ഗവേണിംഗ് കൗൺസിൽ. അപ്പൊ ഗവേണിംഗ് കൗൺസിലിന്റെ ഉത്തരവാദിത്വം ഏത് ഫെഡറലിസം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ പറഞ്ഞ സഹകരണ ഫെഡറലിസം മെച്ചപ്പെടുത്തുക. ഏത് ഫെഡറലിസം മെച്ചപ്പെടുത്തുക? സഹകരണ ഫെഡറലിസം മെച്ചപ്പെടുത്തുക. ഓർത്തിരിക്കണം. അപ്പൊ ഗവേണിംഗ് കൗൺസിൽ പോയിന്റുകൾ ഒരിക്കൽ കൂടെ പറഞ്ഞു. NDCക്ക് പകരം, ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളണേടാ, എഴുതിക്കോളണേ, മറന്നു പോകരുത്. NDCക്ക് പകരം നിലവിൽ വന്ന സമിതി, ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു, ഈ പറഞ്ഞ CEO അതുപോലെ പാർട്ട് ടൈം മെമ്പർ ഒഴികെയുള്ള എല്ലാ പേരും ഇതിനകത്ത് അംഗങ്ങളാണ്. ഓക്കെ, ഇതൊരു പെർമനന്റ് സമിതിയാണ് എന്നുള്ളത് ഇനി നമ്മൾ പറയും. പ്ലസ് അതിനോടൊപ്പം തന്നെ ഇത് സഹകരണ ഫെഡറലിസം മെച്ചപ്പെടുത്തുന്നു എന്നുള്ളത് നോട്ട് ചെയ്യുക. പെർമനന്റ് ആണ് കേട്ടോ, ഇത് പെർമനന്റ് സമിതിയാണ്. ഇത് പെർമനന്റ് ആണെങ്കിൽ ഇത് എങ്ങനെയുള്ളതായിരിക്കൂടാ? ടെമ്പററി ആണ് കേട്ടോ. പെർമനന്റ് ആണെങ്കിൽ ഇപ്പുറത്തത് എങ്ങനെയായിരിക്കും? ടെമ്പററി. അത് വേറൊന്നുമല്ല, ഈ മേഖല അടിസ്ഥാനമാക്കിയുള്ള പ്രശ്നപരിഹാരത്തിനും വികസന പ്രവർത്തനങ്ങൾക്കുമായി നിലവിൽ വരുന്ന അല്ലെങ്കിൽ നിലകൊള്ളുന്ന സമിതികളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? റീജിയണൽ കൗൺസിൽ. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഹിമാലയൻ റീജിയണൽ കൗൺസിൽ. എന്ത് കൗൺസിലാ മക്കളെ പറഞ്ഞേ? ഹിമാലയൻ റീജിയണൽ കൗൺസിൽ. ഹിമാലയൻ റീജിയണൽ കൗൺസിൽ. എന്താണ് ഈ ഹിമാലയൻ റീജിയണൽ കൗൺസിൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ആ മേഖലയിലെ പ്രശ്നപരിഹാരത്തിന് വേണ്ടിയാണ്. റൈറ്റ്. അപ്പൊ ഈ ഹിമാലയൻ റീജിയണൽ കൗൺസിലിൽ കേരളത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രി പോയിരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല, ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ഏത് മേഖലയ്ക്ക് വേണ്ടിയാണോ സമിതി രൂപീകരിക്കപ്പെടുന്നത് ആ മേഖലയിൽ നിന്നുള്ള വ്യക്തികൾ മാത്രമേ അംഗങ്ങളായിട്ട് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഏത് പ്രദേശത്തിന് വേണ്ടിയാണോ സമിതി രൂപീകരിക്കുന്നത് ആ പ്രദേശത്തു നിന്നുള്ള വ്യക്തികൾ മാത്രമായിരിക്കും അംഗങ്ങളായി ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഹിമാലയൻ റീജിയണൽ കൗൺസിൽ എന്നതാണ് ഉദാഹരണമായിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ പ്രദേശം ഏതാണോ അവിടെ നിന്നുള്ള മെമ്പേഴ്സേ ഉണ്ടാവുള്ളൂ. ഇത് ടെമ്പററി ഇൻ നേച്ചർ ആണ് എന്നുള്ളത് കൂടെ ആലോചിക്കുക. ഓക്കെ, അധ്യക്ഷനായിട്ടിരിക്കുക ഈ പറഞ്ഞ ചെയർമാൻ ആയിരിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ ഉപാധ്യക്ഷനായിരിക്കും. ഇല്ലെങ്കിൽ ചെയർമാൻ, അതായത് പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരാളായിരിക്കും ഈ പറഞ്ഞ റീജിയണൽ കൗൺസിലിന്റെ അധ്യക്ഷനായിട്ടിരിക്കുക. പോയിന്റ് മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമ്മൾ രണ്ട് കൗൺസിൽ, ഒന്നും കൂടെ ഒന്ന് പറയാമോ? രണ്ട് കൗൺസിലുകൾ ഉണ്ട്. ഏതൊക്കെ കൗൺസിലുകളാണ് മക്കളെ പറഞ്ഞു? നമ്മൾ ഗവേണിംഗ് കൗൺസിൽ. എന്താ ഗവേണിംഗ് കൗൺസിലിന്റെ പ്രത്യേകത? പണ്ടുണ്ടായിരുന്ന NDCക്ക് പകരം, L അല്ല N, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ, അതിന് പകരം ഉണ്ടായിരുന്നതാണ്. അവരാണ് പണ്ട് പദ്ധതികൾക്ക് അംഗീകാരം കൊടുത്തിരുന്നത്. ഓക്കെ, അപ്പൊ അതിന് പകരം നിലവിൽ വന്നൊരു സമിതിയാണ്. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഏതിലേക്ക് പോയത്? അടുത്തൊരു പോയിന്റിലേക്ക് പോയി. ഈ പറഞ്ഞ സമിതിക്കകത്ത് CEOയും പാർട്ട് ടൈം മെമ്പേഴ്സും ഒഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ട്. അവർക്ക് പുറമെ മുഖ്യമന്ത്രിമാരുണ്ട് എല്ലാ സ്റ്റേറ്റിലെയും. ഇനി നിയമസഭയുള്ള യൂണിയൻ ടെറിട്ടറി ആണെങ്കിൽ അവിടെ നിന്ന് മുഖ്യമന്ത്രി ആയിരിക്കും, ഇല്ലെങ്കിൽ ലെഫ്റ്റനന്റ് ഗവർണർ ആയിരിക്കും. ഇതൊരു പെർമനന്റ് സമിതിയാണ്. സഹകരണ ഫെഡറലിസം മെച്ചപ്പെടുത്തുക എന്നുള്ളത് ഈ പറഞ്ഞ സമിതിയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോഴാണ് അപ്പുറത്തൊരാൾ പാവം ഉണ്ടായിരുന്നത്, അയാളാണ് റീജിയണൽ കൗൺസിൽ. ടെമ്പററി ഇൻ നേച്ചർ ആണ്. കാരണം ഒരു പ്രത്യേക പ്രദേശത്തിന് വേണ്ടിയാണ്, പ്രശ്നപരിഹാരത്തിനോ വികസനത്തിനോ വേണ്ടി. എക്സാമ്പിൾ ആയിട്ട് ഹിമാലയൻ റീജിയണൽ കൗൺസിൽ പറഞ്ഞു. അതോടൊപ്പം നമ്മൾ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ഏത് പ്രദേശത്തിന് വേണ്ടിയാണോ സമിതി രൂപീകരിക്കുന്നത് ആ പ്രദേശത്ത് നിന്നുള്ള വ്യക്തികൾ മാത്രമായിരിക്കും അംഗങ്ങളായിട്ട് ഉണ്ടാവുക. പോയിന്റ് കിട്ടിയോ? സെറ്റല്ലേ? ഓക്കെ. അടുത്തതാണ് സ്വയംഭരണ സ്ഥാപനങ്ങൾ നമ്മൾ പറയും. ഇത് പണ്ടൊരു ചോദ്യം ഉണ്ടായിരുന്നു കേട്ടോ. നീതി ആയോഗിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയെന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. രണ്ടെണ്ണമാണ് ഇവിടെ ഉള്ളത്. ഒന്ന് NILRD, ഒന്ന് DMEO. NILRD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ഇക്കണോമിക്സ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. എന്താണ് അതിന്റെ പേര്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ഇക്കണോമിക്സ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. DMEO എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെവലപ്മെന്റ് മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ ഓഫീസ്. എന്താണ് ഫുൾ ഫോം? ഡെവലപ്മെന്റ് മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ ഓഫീസ്. ഡെവലപ്മെന്റ് മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ ഓഫീസ്. അപ്പൊ ഇത് രണ്ടും കൃത്യമായിട്ട് നോട്ട് ചെയ്യുക, DMEOയും NILRD. ഓക്കെ, ഇത് മാനവ വിഭവശേഷി, ഹ്യൂമൻ റിസോഴ്സ് നമ്മൾ പറയും. മാനവ വിഭവശേഷി മെച്ചപ്പെടുത്തുക എന്നുള്ളതാണെങ്കിൽ ഇത് സർക്കാരിന്റെ പദ്ധതികള്, നയങ്ങള്, ഇതെല്ലാം ഒന്ന് എന്ത് ചെയ്യുക? ഇവാലുവേറ്റ് ചെയ്യും. അതായത് നിരീക്ഷിച്ച് ഇവാലുവേറ്റ് ചെയ്ത്
റിപ്പോർട്ട് കൊടുക്കും. അതനുസരിച്ച് സർക്കാർ ഭാവിയിൽ നയങ്ങളും പദ്ധതികളും രൂപീകരിക്കുമ്പോൾ അതെന്താവും, അവർക്ക് സഹായകമായിട്ട് മാറും. അതിനാണ് DMAO ഉള്ളത്. ഇത് മാനവ വിഭവശേഷി മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. 2 സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. ഒരിക്കൽ കൂടെ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ലേബർ എക്കണോമിക്സ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. ഒന്നും കൂടെ പറയാമോ? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ എക്കണോമിക്സ് ഫോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ലേബർ എക്കണോമിക്സ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. ഇനി അടുത്തത് DMAO, ഡെവലപ്മെന്റ് മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ ഓഫീസ്. ഡെവലപ്മെന്റ് മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ ഓഫീസ്. NILRDയുടെ ലക്ഷ്യം ഹ്യൂമൻ റിസോഴ്സ് ആണ്, മാനവ വിഭവശേഷി മെച്ചപ്പെടുത്തുക. ഇനി DMAOയുടെ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തുത്തരം പറയാൻ പറ്റും? DMAOയുടെ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ എന്തുത്തരം പറയാൻ പറ്റും? പറഞ്ഞോ. അതായത് ഇവാലുവേഷൻ ആണ് അല്ലെ. പദ്ധതികളും നയങ്ങളും എല്ലാം ഇവാലുവേറ്റ് ചെയ്യും, മോണിറ്റർ ആൻഡ് ഇവാലുവേറ്റ് ചെയ്ത് ഇത് ഭാവിയിലേക്ക് നമുക്ക് പദ്ധതികളും നയങ്ങളും ആസൂത്രണം ചെയ്യുമ്പോൾ ഒരുപാട് സഹായകമാകുന്ന ഒരു പോയിന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് നമുക്ക് കിട്ടി. 2 സ്വയംഭരണ സ്ഥാപനം. അടുത്ത് നോക്കാം, ഹബ്ബ്. ഹബ്ബ് 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 എന്ന് പറഞ്ഞാൽ എന്താണ് കുഞ്ഞുങ്ങളെ? ഹബ്ബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആമസോൺ ഹബ്ബും ഫ്ലിപ്കാർട്ട് ഹബ്ബും ഒക്കെ അറിയായിരിക്കും. അപ്പൊ എന്താണ് സാധനം ഹബ്ബ്? ഓർമ്മ വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം നമുക്ക്. എൻ്റെ വീട് ഇപ്പോൾ തിരുവനന്തപുരത്താണെന്ന് വിചാരിക്കുക. ഓക്കെ, എനിക്ക് കൊച്ചിയിലേക്കാണ് പോകേണ്ടത്. അപ്പൊ എൻ്റെ ലക്ഷ്യം എന്താണ്? കൊച്ചി അല്ലെ. കൊച്ചിയാണ് എൻ്റെ ലക്ഷ്യം, ഡെസ്റ്റിനേഷൻ. കൊച്ചിയിലേക്ക് എന്നെ എത്തിക്കാൻ ഞാൻ പറയുന്നു 3 ഹബ്ബുകളുണ്ട്. കൊച്ചിയിലേക്ക് എന്നെ എത്തിക്കാൻ എത്ര ഹബ്ബുകൾ ഉണ്ടെന്ന് പറയുന്നത് ഞാൻ 3 ഹബ്ബ് ഉണ്ടെന്ന് പറയുന്നു. ഒരു ഹബ്ബ് ബസ് സ്റ്റാൻഡ്, ഒരു ഹബ്ബ് റെയിൽവേ സ്റ്റേഷൻ, ഒരു ഹബ്ബ് എയർപോർട്ട്. ഓക്കെ, അതായത് എൻ്റെ ലക്ഷ്യം കൊച്ചിയിലെത്തുക എന്നുള്ളത് ബസ് അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡ് ഒരു ഹബ്ബാണ്, റെയിൽവേ സ്റ്റേഷൻ ഒരു ഹബ്ബാണ്, എയർപോർട്ട് ഒരു ഹബ്ബാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ കൊച്ചിയിലേക്ക് എത്താൻ വേണ്ടി ബസ് സ്റ്റാൻഡ് എന്ന ഹബ്ബ് ഉപയോഗിച്ചാൽ ബസ്സിൽ കയറി എനിക്ക് കൊച്ചി വരാം. റെയിൽവേ സ്റ്റേഷൻ എന്ന ഹബ്ബ് ഉപയോഗിച്ചാലോടാ ട്രെയിൻ കയറി എനിക്ക് കൊച്ചി വരാം. എയർപോർട്ട് എന്ന ഹബ്ബ് ഉപയോഗിച്ചാലോ ഫ്ലൈറ്റ് പിടിച്ച് എനിക്ക് കൊച്ചിയിൽ വരാം. ആണല്ലോ, ക്ലിയർ ആണ്. ഇത്രയേ ഉള്ളൂ ഹബ്ബ്. ഓക്കെ, ഇതുപോലെ ഈ പറഞ്ഞ ഹബ്ബ് നീതി ആയോഗിനുണ്ട്. ഇങ്ങനൊരു ഹബ്ബ്. ഓക്കെ, 3 ഇല്ല, 2 ഉള്ളൂ. നീതി ആയോഗിന്റെ ലക്ഷ്യം രാജ്യത്തിനെ എവിടെ എത്തിക്കണം? ട്രാൻസ്ഫോർമേഷനിലേക്ക് എത്തിക്കണം. വേണ്ടേ? എത്തിക്കണ്ടേ? അത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് 2 ഹബ്ബുണ്ട്. ഏതൊക്കെ ഹബ്ബുകളാ കുഞ്ഞുങ്ങളെ പറഞ്ഞേ? നോളജ് അഥവാ ഇന്നോവേഷൻ ഹബ്ബ്. പിന്നെന്ത് ഹബ്ബ് ഉണ്ടടാ? ടീം ഇന്ത്യ ഹബ്ബ്. ഏതൊക്കെ ഹബ്ബുകളാണ് അപ്പോൾ ഉള്ളത്? നോളജ് അഥവാ ഇന്നോവേഷൻ ഹബ്ബ്. അതല്ല എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് ഹബ്ബ് എന്ന് വിളിക്കാം? ടീം ഇന്ത്യ ഹബ്ബ് എന്ന് വിളിക്കാം. എന്ത് ഹബ്ബ് എന്ന് വിളിക്കാം? ടീം ഇന്ത്യ ഹബ്ബ് എന്ന് വിളിക്കാം. ഇനി നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ഉണ്ടടാ. ഈ ടീം ഇന്ത്യ ഹബ്ബ്, ടീം എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ആലോചിച്ച് നോക്ക്. ടീം ഇന്ത്യ ആരൊക്കെ ആയിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ യൂണിയൻ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും അല്ലെ. നേരത്തെ നമ്മൾ പറഞ്ഞ യൂണിയൻ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും അല്ലെ. അപ്പൊ ഇവര് 2 പേരും അടങ്ങുന്നതാണ് എന്തെന്ന് പറയുന്നതാടാ? ഈ പറഞ്ഞ ടീം അല്ലെ. ഇവര് 2 പേരും അടങ്ങുന്നതാണ് ടീം എന്ന് പറയുന്നത്. അപ്പൊ ഈ ടീം ഏത്? യൂണിയനും സ്റ്റേറ്റും ആ ഒരു ടീം, ആ ടീമിനെ ഏകോപിപ്പിച്ച് കൊണ്ടുപോവുക അല്ലെങ്കിൽ ഇവർക്കിടയിൽ ഒരു മധ്യസ്ഥനായി കോർഡിനേഷൻ പോലെ കൊണ്ടുപോകുന്നത് ഏത് ഹബ്ബാടാ? ടീം ഇന്ത്യ ഹബ്ബ്. ഗവേണിംഗ് കൗൺസിൽ ഒരു പോയിന്റ് പഠിച്ച് ഓർക്കുന്നുണ്ടോടാ? ഈ ഗവേണിംഗ് കൗൺസിലാണ് സഹകരണ ഫെഡറലിസം മെച്ചപ്പെടുത്തുന്നതെന്ന്. അതുപോലെ ടീം ഇന്ത്യ ഹബ്ബാണ് സഹകരണ ഫെഡറലിസം മെച്ചപ്പെടുത്തുന്ന ഹബ്ബ്. അപ്പൊ ഏത് ഹബ്ബാണ് സഹകരണ ഫെഡറലിസം മെച്ചപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ അത് ടീം ഇന്ത്യ ഹബ്ബാണ്. ഇനി ഇതേപോലെ നമ്മൾ മറ്റൊരു പോയിന്റ് കൂടെ പഠിച്ചു. ഈ സഹകരണ ഫെഡറലിസം മെച്ചപ്പെടുത്തുന്ന കൗൺസിൽ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഗവേണിംഗ് കൗൺസിലാണ്. അപ്പൊ പോയിന്റ് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കണേടാ. അത് 2ഉം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ടീം ഇന്ത്യ ഹബ്ബ് എങ്ങനെയാണ് രാജ്യത്തെ ട്രാൻസ്ഫോം ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യത്തിനകത്തുള്ള യൂണിയൻ സ്റ്റേറ്റ് ഗവൺമെന്റുകളെ ഏകോപിപ്പിച്ച് രാജ്യത്തെ എവിടെ എത്തിക്കുക? ട്രാൻസ്ഫോർമേഷനിലേക്ക് എത്തിക്കുക. അത്രയേ ഉള്ളൂ. ഇനി ഇപ്പുറത്ത് നോക്കിയാൽ നോളജ് അഥവാ ഇന്നോവേഷൻ ഹബ്ബ്. നോളജ് അഥവാ ഇന്നോവേഷൻ ഹബ്ബ് ഇത് വേറൊന്നുമില്ല, എളുപ്പമാണ്. ഇതെങ്ങനെയാണെന്നറിയോ? എടാ, ഇപ്പൊ രാജ്യത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള റിസർച്ച് ഇല്ലേ, അതേപോലെ തന്നെ ഡേറ്റ കൊണ്ടുവരിക, നോളജ് അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതായത് ഒരു ബുദ്ധിപരമായിട്ട് ട്രാൻസ്ഫോർമേഷനിലേക്ക് എത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം ഏതിലൂടെ ആയിരിക്കും വരിക? ഈ നോളജ് ഹബ്ബിലൂടെ ആയിരിക്കും വരിക.
ഓക്കെ, റിസർച്ച് പ്രവർത്തനങ്ങൾ ഉണ്ടാകാം, പഠനങ്ങൾ ഉണ്ടാകാം, ഇതെല്ലാം ഈ പറഞ്ഞ ഹബ്ബായിരിക്കും ചെയ്യുക. അപ്പോൾ ഇതിലൂടെ ട്രാൻസ്ഫോർമേഷനിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഈ ഹബിന്റെ ലക്ഷ്യവും, ഇതിലൂടെ ട്രാൻസ്ഫോർമേഷനിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഈ ഹബിന്റെ ലക്ഷ്യവുമാണ്. അപ്പൊ ഹബ്ബ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പോയിന്റ് ആണ്. ആ പോയിന്റിൽ വന്ന് നമുക്ക് എന്തെങ്കിലും ഒരു സാധനം സെലക്ട് ചെയ്ത് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താം. അതേപോലെ നീതി ആയോഗ് 2 ഹബ്ബ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ 2 ഹബ്ബ് വഴിയാണ് രാജ്യത്തെ ട്രാൻസ്ഫോർമേഷനിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, ഇനി സ്റ്റേറ്റിനെയും സെൻട്രലിനെയും സഹകരിപ്പിച്ച് കൊണ്ടുപോയി രാജ്യത്തെ ട്രാൻസ്ഫോർമേഷനിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അവിടെ ഏത് ഹബ്ബ് നമ്മൾ ഉപയോഗിക്കൂടാ? ടീം ഇന്ത്യ ഹബ്ബ്. അഥവാ റിസർച്ച് അല്ലെങ്കിൽ നോളജ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇന്നോവേഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ രാജ്യത്തെ അങ്ങനെയാണ് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്നതെങ്കിൽ ഏത് ഹബ്ബ് ഉപയോഗിക്കൂടാ? നോളജ് അല്ലെങ്കിൽ ഇന്നോവേഷൻ ഹബ്ബ് ഉപയോഗിക്കും. ഇനി സഹകരണ ഫെഡറലിസം മെച്ചപ്പെടുന്ന കൗൺസിൽ ഏതായിരുന്നടാ? കൗൺസിൽ, ഗവേണിംഗ് കൗൺസിൽ. ഹബ്ബ് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ടീം ഇന്ത്യ ഹബ്ബാണ്. ഓക്കെ ആണേ? ക്ലിയർ ആണോ? ശരി. അപ്പൊ നമ്മൾ കുറച്ചു മുമ്പ് ചർച്ച ചെയ്ത കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് പറയുകയാണ്. ഈ പറഞ്ഞ നീതി ആയോഗുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. ആദ്യം ഒരു ആമുഖം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ലക്ഷ്യങ്ങളെ പറ്റിയിട്ട് നമ്മളൊരു കാര്യം ഡിസ്കസ് ചെയ്തു. SCERT പോയിന്റുകൾ അതിനിടയിൽ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഘടന, ആര്, എന്ത്, എങ്ങനെ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ 2 കൗൺസിൽ പഠിച്ചു, 2 ഹബ്ബ് പഠിച്ചു, 2 സ്വയംഭരണ സ്ഥാപനം പഠിച്ചു. ഇവിടെ നമ്മൾ നേരെ പോകുന്നത് എന്ത് പഠിക്കാനാണ്? നീതി ആയോഗിന് ഒരു 7 പില്ലർ ഉണ്ട്. ആ 7 പില്ലറുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഒന്ന് വായിച്ചേടാ. ആദ്യം എഴുതിയിരിക്കുന്നത് പ്രോ പീപ്പിൾ, 2 പ്രോ ആക്ടിവിറ്റി, പാർട്ടിസിപ്പേഷൻ, എംപവർമെന്റ്, ഇൻക്ലൂഷൻ, ഇക്വാലിറ്റി, ട്രാൻസ്പെറൻസി. ഇത് ഇത്രയുമാണ് 7 പില്ലറുകൾ എന്ന് പറയുന്നത്. ഇതെങ്ങനെ എളുപ്പത്തിൽ പഠിക്കാമെന്ന് ചോദിച്ചാൽ ഇത് രണ്ടും ഇച്ചിരി പാടാണ്. കാരണം പ്രോ പീപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ലടാ, സൊസൈറ്റി അല്ലെ, സമൂഹത്തിന്റെ ആവശ്യങ്ങൾ മുൻകൂട്ടി കാണുക, ആന്റിസിപ്പേറ്റ് ചെയ്യുക എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? സമൂഹത്തിന്റെ ആവശ്യങ്ങൾ മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് പ്രോ പീപ്പിൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി പ്രോ ആക്ടിവിറ്റി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിൽ മനുഷ്യന്മാരുണ്ടാവൂലേ, ഈ പറഞ്ഞ സിറ്റിസൺസ്, അവരുടെ ആവശ്യങ്ങൾ എന്ത് ചെയ്യുക? മുൻകൂട്ടി കാണുക. അപ്പൊ നിങ്ങൾ ചോദിക്കും മോളി പറഞ്ഞത് തന്നെയല്ലേ താഴെയും പറഞ്ഞത്? അല്ല, വ്യത്യാസമുണ്ട്. നമുക്ക് എങ്ങനെ നോക്കാം. ഇവിടെ പ്രോ പീപ്പിളിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ നമ്മൾ ഹൈവേ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ? നമ്മൾ ആരെങ്കിലും പോയി അപേക്ഷ കൊടുത്തിട്ടാണോ ഹൈവേ വികസിപ്പിച്ചത്? അല്ലല്ലോ. ഈ പറഞ്ഞ സമൂഹത്തിന്റെ ആവശ്യമാണെന്നും ഭാവിയിൽ വാഹനങ്ങളുടെ എണ്ണം വർദ്ധിക്കുമെന്നും കൃത്യമായിട്ട് മനസ്സിലായതിനെ തുടർന്ന് അവർ ഹൈവേ എന്ത് ചെയ്യാൻ തുടങ്ങി? വികസിപ്പിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ തന്നെയല്ലേ ചെയ്തത്? അല്ലേ? അതേപോലെ ഇവിടെ ഇനി സിറ്റിസൺസിന്റെ കാര്യം പറയുമ്പോൾ മുകളിലുള്ളത് അവർക്ക് ബാധകമാണ്, ശരി, സമ്മതിച്ചു. ഇനി നമ്മളൊക്കെ PSC എഴുതുന്ന ആൾക്കാരാണല്ലേ. നമ്മളൊരു ഗ്രൂപ്പ് ഒരു 50 പേരുണ്ടെന്ന് വിചാരിക്കും. ഞാൻ ഈ എടുക്കുന്ന ക്ലാസ് ഒരു 10 പേര് കാണുകയാണെന്ന് വിചാരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും പൊതുവായിട്ടുള്ള ഒരു ആവശ്യമാണ് ജൂണിൽ പരീക്ഷ എഴുതണം, ജൂലൈയിൽ റിസൾട്ട് വരണം, ഓഗസ്റ്റിൽ ജോലിക്ക് കയറണം എന്നുള്ളത് അല്ലേ. അത് പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഒരുപക്ഷെ ചിരി വരുമായിരിക്കും. പക്ഷേ ഇതൊക്കെ 2 മാസം കഴിയുമ്പോൾ ഗവൺമെന്റ് നടപ്പിലാക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കുമടാ? പ്രോ ആക്ടിവിറ്റി. നമ്മളിവിടെ ആക്ടിവിറ്റി ചെയ്യുന്ന സിറ്റിസൺസ് അല്ലേ. നമ്മുടെ ആവശ്യങ്ങൾ മുൻകൂട്ടി കണ്ട് പ്രവർത്തിപ്പിച്ചു ആര്? ഗവൺമെന്റ്. അതിനെയാണ് നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റുക? പ്രോ പീപ്പിൾ എന്ന് വിളിക്കാൻ പറ്റും. സോറി, പ്രോ ആക്ടിവിറ്റി എന്ന് വിളിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ പീപ്പിൾ ആണെങ്കിൽ ഈ പറഞ്ഞ സമൂഹത്തിന്റെ ആവശ്യങ്ങൾ മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇനി പ്രോ ആക്ടിവിറ്റി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൗരന്മാരുടെ ആവശ്യങ്ങൾ മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കുക. ഇത് രണ്ടും കൃത്യമായിട്ട് നോട്ട് ചെയ്യണം കേട്ടോ. അടുത്തത് പാർട്ടിസിപ്പേഷൻ. കാരണം ഒരു രാജ്യത്ത് വികസനം വേണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ രാജ്യത്തെ ആൾക്കാർ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ടടാ? പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പാർട്ടിസിപ്പേഷൻ കുറവാണെന്നുണ്ടെങ്കിൽ എന്ത് കൊണ്ടുവരാം? എംപവർമെന്റ്. അങ്ങനെ എംപവർമെന്റിലൂടെ പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തിയാൽ രാജ്യത്ത് ഇൻക്ലൂഷൻ അവർക്ക് ഉറപ്പുവരുത്താം. ഇൻക്ലൂഷൻ ഉണ്ടെങ്കിൽ ഇക്വാലിറ്റി ഉണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ അതിനകത്ത് എന്തുണ്ടായിരിക്കണം? സുതാര്യത ഉണ്ടായിരിക്കണം, ട്രാൻസ്പെറൻസി ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു കാര്യം കൂടെ നോട്ട് ചെയ്യുക. പ്രോ പീപ്പിൾ, ജനങ്ങൾ അല്ലെങ്കിൽ സമൂഹത്തിന് അനുകൂലമായ രീതി പ്രോ പീപ്പിൾ. പ്രോ ആക്ടിവിറ്റി, പൗരന്മാർക്ക് അനുകൂലമായ രീതി. പാർട്ടിസിപ്പേഷൻ, എംപവർമെന്റ്, ഇൻക്ലൂഷൻ, ഇക്വാലിറ്റി, ട്രാൻസ്പെറൻസി. ഇത് 7 നീതി ആയോഗിന്റെ പില്ലറുകളാണ്. ഇതിനൊരു ഗുണവും കൂടി ഉണ്ട്.
ഇതിനെ നമുക്ക് എന്തായിട്ട് കൂടി കൺവേർട്ട് ചെയ്യാൻ പറ്റൂടാ? ലക്ഷ്യങ്ങളായിട്ട്, ഒബ്ജക്റ്റീവ്സ് ആയിട്ട് കൂടി കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ഇതിന്റെ ഒരു ഗുണം. കാരണം സമൂഹത്തിന്റെ ആവശ്യങ്ങൾ മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കുക എന്നുള്ളത് ആരുടെ ലക്ഷ്യമാക്കാം? നീതി ആയോഗ്. സമൂഹത്തിൽ തുല്യത ഉറപ്പുവരുത്തുക എന്നുള്ളത് ആരുടെ ലക്ഷ്യമാക്കാം? നീതി ആയോഗ്. സമൂഹത്തിൽ ശാക്തീകരണത്തിലൂടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക എന്നുള്ളത് നീതി ആയോഗിന്റെ ലക്ഷ്യം എന്ന രീതിയിൽ എനിക്ക് പറഞ്ഞുകൂടെ? ഇതൊക്കെ ലക്ഷ്യങ്ങളായിട്ട് കൂടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ? കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ആദ്യ സെറ്റിൽ ഒരു 6 ലക്ഷ്യം പഠിച്ചു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ 7 പില്ലറുകൾ ചേർത്ത് നമ്മൾ 13 ലക്ഷ്യങ്ങൾ ഇപ്പോൾ നീതി ആയോഗുമായി ബന്ധപ്പെടുത്തി പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം കോൺസെപ്റ്റുകളാണ് കേട്ടോ. ഇതെല്ലാം കോൺസെപ്റ്റുകളാണ് എന്നുള്ളതാണ്. കാണാതെ പഠിക്കേണ്ട, വായിക്കുക, പരമാവധി വായിക്കുക. ഇരുന്ന് കാണാതെ പഠിക്കാൻ ഇരിക്കരുത്, നടപടിയാവൂലട, മറന്നുപോകും. അതുകൊണ്ടാണ് അടുത്തതിലേക്ക് നമുക്ക് പോകാം. ഇതാണ് ഒഫീഷ്യൽ, അതായത് നീതി ആയോഗിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ചില പോയിന്റുകളാണ്, ചില ലക്ഷ്യങ്ങളാണ്. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? നമ്മളൊന്ന് ഓർത്തിരിക്കണം. ഇതുപോലെ അണ്ടഹടാഹം പോലെ എന്ത് ചെയ്യണ്ട? വായിച്ച് പഠിക്കുകയൊന്നും വേണ്ട. ചില കീ വാക്കുകൾ നമുക്ക് നോട്ട് ചെയ്യാം. അത് മാത്രം എന്ത് ചെയ്താൽ മതിയടാ? ഒന്ന് നോട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ലക്ഷ്യം ഒന്ന് പരിചയപ്പെടാം. ദേശീയ ലക്ഷ്യങ്ങളുടെ വെളിച്ചത്തിൽ സംസ്ഥാനങ്ങളുടെ സജീവ പങ്കാളിത്തത്തോടുകൂടി, ഇതാണ് പോയിന്റ്. ആരുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്തണം? നമ്മൾ സംസ്ഥാനങ്ങളുടെ സജീവ പങ്കാളിത്തത്തോടുകൂടി ദേശീയ വികസന മുൻഗണനകൾ, മേഖലകൾ, തന്ത്രങ്ങൾ എന്നിവയുടെ ഒരു പങ്കിട്ട കാഴ്ചപ്പാട് വികസിപ്പിക്കുക. ഇത് അവര് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന സാധനമാണ് അല്ലെ. അതിനെ അവർ മലയാളം വൽക്കരിച്ച് വരുമ്പോൾ ഇങ്ങനെ ഒരു പോയിന്റ് ആയിട്ടാണ് അത് വരിക. നിങ്ങൾ ഇതൊന്നും ആലോചിക്കേണ്ട, കോൺസെപ്റ്റ് ഇപ്രകാരമാണെന്ന് ആലോചിക്കുക. ഏത്? സംസ്ഥാനങ്ങളുടെ സജീവ പങ്കാളിത്തം ഉണ്ടാകണം. എപ്പോ? വികസനാശയങ്ങൾ രൂപീകരിക്കുമ്പോൾ, അജണ്ടകൾ രൂപീകരിക്കുമ്പോൾ എല്ലാം ആരുടെ കൃത്യമായ പങ്കാളിത്തം ഉണ്ടായിരിക്കണം? സംസ്ഥാനങ്ങളുടെ കൃത്യമായ പങ്കാളിത്തം ഉണ്ടായിരിക്കണം. അതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്. ഇത് മാത്രം, സംസ്ഥാനങ്ങളുടെ സജീവ പങ്കാളിത്തം, കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറഞ്ഞില്ലേ, ആ സാധനം തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സംസ്ഥാനങ്ങളുടെ സജീവ പങ്കാളിത്തം മറന്നുപോലെയാണ്, ഇമ്പോർട്ടന്റ് ആണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് നോട്ട് ചെയ്തോ. ശക്തമായ സംസ്ഥാനങ്ങൾ ശക്തമായ രാഷ്ട്രം സൃഷ്ടിക്കുമെന്ന കാഴ്ചപ്പാട് ഇമ്പോർട്ടന്റ് ആണ്. വീണ്ടും കോപ്പറേറ്റീവ് ഫെഡറലിസവുമായി ബന്ധമുള്ളതാണ്. ശക്തമായ സംസ്ഥാനങ്ങളാണ് ശക്തമായ രാഷ്ട്രം സൃഷ്ടിക്കുന്നത് എന്ന കാഴ്ചപ്പാട് സംസ്ഥാനങ്ങളുമായി തുടർച്ചയായി ഘടനാപരമായ പിന്തുണാ സംരംഭങ്ങളിലൂടെയും സംവിധാനങ്ങളിലൂടെയും സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുക. വേറെ ഒന്നുമില്ലടാ, സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കണം. എന്തിനാ വളർത്തിയെടുക്കുന്നത്? ശക്തമായ സംസ്ഥാനങ്ങളെ ശക്തമായ രാഷ്ട്രമാകൂ എന്ന കാഴ്ചപ്പാട്. അതാണ് നമുക്ക് ഇമ്പോർട്ടന്റ്. ഓക്കെ, അതാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. അപ്പൊ കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. 2 പോയിന്റുകളാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. സംസ്ഥാനങ്ങളുടെ സജീവമായ പങ്കാളിത്തം ഉണ്ടായിരിക്കണം. ദേശീയ വികസന അജണ്ടകൾ, ആശയങ്ങൾ, അത്തരം കാര്യങ്ങളെല്ലാം രൂപീകരിക്കുന്ന സാഹചര്യത്തിൽ. രണ്ടാമത് നമ്മൾ പറഞ്ഞു, സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കണം. എന്തിനു വളർത്തിയെടുക്കണം? ശക്തമായ സംസ്ഥാനങ്ങൾ ശക്തമായ രാഷ്ട്രമാകും എന്ന കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, 2 പോയിന്റ്. അടുത്ത പോയിന്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഗ്രാമതലത്തിൽ വിശ്വസനീയമായ പദ്ധതികൾ രൂപപ്പെടുത്തുന്നതിനും ഗവൺമെന്റിന്റെ ഉയർന്ന തലങ്ങളിൽ ഇവ ക്രമേണ സംയോജിപ്പിക്കുന്നതിനുമുള്ള സംവിധാനങ്ങൾ വികസിപ്പിക്കുക. ഇതെങ്ങനെ പഠിക്കണമെന്നറിയാമോടാ? ഇത് സംവിധാനങ്ങൾ വികസിപ്പിക്കുക എന്ന പോയിന്റ് മാത്രം എഴുതുക. ഈ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നത് ഏത് തലത്തിൽ? ഗ്രാമീണ തലത്തിൽ പദ്ധതികൾ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി. അത് മതി, വേറൊന്നും വേണ്ട. ഈ പോയിന്റ് മാത്രം നോട്ട് ചെയ്യുക. സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നു എന്നുള്ളത് നോട്ട് ചെയ്യുക. ക്ലിയർ ആണ്? അത് ഗ്രാമതലത്തിൽ വിശ്വസനീയമായ പദ്ധതികൾ രൂപീകരിക്കാനാണെന്നുള്ളത് മാർക്ക് ചെയ്യുക. അത്രേ ഉള്ളൂ. അപ്പൊ ഗ്രാമതലത്തിൽ വിശ്വസനീയമായ പദ്ധതികൾ രൂപകൽപ്പന ചെയ്യാൻ അല്ലെങ്കിൽ രൂപപ്പെടുത്തുന്നതിന് ഈ പറഞ്ഞതുപോലെ ഒരു സംവിധാനം വികസിപ്പിക്കുക എന്നത് നീതി ആയോഗിന്റെ ലക്ഷ്യമാണ്. അടുത്ത് നോക്കാം. ദേശീയ സുരക്ഷയുടെ താല്പര്യങ്ങൾ സാമ്പത്തിക തന്ത്രത്തിലും നയത്തിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. അതായത് ദേശീയ സുരക്ഷ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഓൾറെഡി ഒരു PQ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ SI മെയിൻസിന് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോട്ട് ചെയ്യുക. ദേശീയ സുരക്ഷയുടെ താല്പര്യങ്ങൾ സാമ്പത്തിക തന്ത്രത്തിലും നയത്തിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നാഷണൽ സെക്യൂരിറ്റി, അതാണ് നോട്ട് ചെയ്യേണ്ടത്. ഈ അണ്ടർലൈൻ ചെയ്തത് വേണം കേട്ടോ. ഇവിടെ മുതൽ ഇവിടം വരെ ഉള്ളത് വേണം. ഓക്കെ ആണേടാ? ശരി. ഇനി പ്രത്യേക ശ്രദ്ധ കൊടുക്കണം. ആർക്ക്? ചില വിഭാഗക്കാർക്ക്. ഈ വിഭാഗക്കാരെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പ്രയോജനം ലഭിക്കാത്ത വിഭാഗക്കാർക്ക്. എന്തിൽ നിന്ന്? സാമ്പത്തിക പുരോഗതിയിൽ നിന്ന്. അതാണ് പോയിന്റ്.
സാമ്പത്തിക പുരോഗതിയിൽ നിന്ന് എന്ത് ലഭിക്കാത്ത, വേണ്ടത്ര ഗുണം ലഭിക്കാത്ത ആൾക്കാർക്ക് പ്രത്യേക പരിഗണന കൊടുക്കണം എന്നുള്ളത് നീതി ആയോഗിന്റെ ലക്ഷ്യമാണ്. അത് ഇമ്പോർട്ടന്റ് ആണ്. എടാ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ ആണ്, ക്ലിയർ ആണ്. ഇനി അടുത്ത് നോട്ട് ചെയ്തേടാ, നയം, പോളിസി, അത് ദീർഘകാലവും സ്ട്രാറ്റജിക്കും ആയിരിക്കണം. അതായത് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ലോങ് ടേം പോളിസീസ് എന്ത് ചെയ്യണം അവിടെ നമ്മൾ രൂപീകരിക്കണം. അത് ഈ പറയുന്നത് പോലെ സംരംഭങ്ങളൊക്കെ രൂപീകരിക്കാനാണ്. അതൊന്നും വേണ്ട നമുക്ക്. ഇത് മാത്രം ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. തന്ത്രപരവും ദീർഘകാലവുമായ നയപരിപാടികൾ ചർച്ച ചെയ്യപ്പെടണം എന്നുള്ളത് പോയിന്റ്. ഇനി അടുത്തത് നോക്കാം. പ്രധാന പങ്കാളികൾക്കും ദേശീയ അന്തർദേശീയ സമാന ചിന്താഗതിക്കാരായ തിങ്ക് ടാങ്കുകൾക്കും വിദ്യാഭ്യാസ നയ ഗവേഷണ സ്ഥാപനങ്ങൾക്കും ഇടയിൽ ഉപദേശം നൽകുന്നതിനും പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രവർത്തിക്കുന്നുണ്ട്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പക്ഷേ നമുക്ക് എങ്ങനെ പഠിക്കാമെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് വൺ, ദേശീയ അന്തർദേശീയ ചിന്താ സംഭരണികളുമായിട്ട് ആശയവിനിമയം, അത് നമ്മൾ പഠിച്ചില്ലേ? ആ സെയിം സാധനം തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരൊറ്റ പോയിന്റ് ആയിട്ട് നമ്മൾ പഠിച്ചില്ലേ, ദേശീയ അന്തർദേശീയ സ്ഥാപനങ്ങൾ, അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ. ഇനി അടുത്ത്, ദേശീയ അന്തർദേശീയ വിദഗ്ധർ, പ്രാക്ടീഷണർമാർ, മറ്റു പങ്കാളികൾ എന്നിവയുടെ സഹകരണം സമൂഹത്തിലൂടെ ഒരു അറിവ് നവീകരണം സംരംഭക പിന്തുണ സംവിധാനം സൃഷ്ടിക്കുക. അതും ഈ പറയുന്നത് പോലെ ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി കേട്ടോ. ദേശീയ അന്തർദേശീയ പ്രാക്ടീഷണർമാർ, മറ്റു പങ്കാളികൾ എന്നിവരുടെ സഹകരണ ഇതിലൂടെ അല്ലെങ്കിൽ ഒരു സഹകരണത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു അറിവധിഷ്ഠിത അല്ലെങ്കിൽ നവീകരണം സംരംഭക പിന്തുണ സംവിധാനം എന്ത് ചെയ്യുക, സൃഷ്ടിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. ഇനി വികസന അജണ്ട നടപ്പിലാക്കുന്നത് ത്വരിതപ്പെടുത്തുന്നതിന് വിവിധ മേഖലകൾ തമ്മിലുള്ളതും വകുപ്പുകൾ തമ്മിലുള്ളതുമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു വേദി ഒരുക്കുക. അതായത് ഇന്റർ ഡിപ്പാർട്ട്മെന്റ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് ഒരു പ്ലാറ്റ്ഫോം, ഇന്റർ ഡിപ്പാർട്ട്മെന്റ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് ഒരു പ്ലാറ്റ്ഫോം, ഇന്റർ ഡിപ്പാർട്ട്മെന്റ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം. ഇനി ഇതും കൂടെ നമുക്ക് നോക്കിയാലോടാ. റിസോഴ്സ് സെന്റർ നിലനിർത്തുക, അത്യാധുനിക റിസോഴ്സ് സെന്റർ നിലനിർത്തുക, സുസ്ഥിരവും തുല്യവുമായ വികസനം. ഓക്കെ ആണേടാ, ഇതൊക്കെ നമുക്ക് നോട്ട് ചെയ്യേണ്ടതായിട്ട്, ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാ അല്ലെ. SCERT-ക്ക് അകത്ത് ഇങ്ങനെ ഒരു പോയിന്റ് നമ്മൾ ആഡ് ചെയ്തതാ. സോ അതവിടെ കിടക്കട്ടെ. വിജയസാധ്യതയും വിതരണത്തിന്റെ വ്യാപ്തിയും ശക്തിപ്പെടുത്തുന്നതിന് ആവശ്യമായ വിഭവങ്ങളുടെ തിരിച്ചറിയൽ ഉൾപ്പെടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുക. അതായത് റിസോഴ്സുകൾ പ്രോപ്പറായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റത്തിന് തൊട്ട് മുമ്പുള്ള പരിപാടികളുടെയും സംരംഭങ്ങളുടെയും നടത്തിപ്പിനായിട്ട് സാങ്കേതിക വിദ്യാ നവീകരണത്തിലും ശേഷി വർദ്ധിപ്പിക്കലിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇതും എളുപ്പമാണ്. ഞാൻ പറഞ്ഞു ഇതൊന്നും കാണാതെ പഠിക്കേണ്ടടാ, ജസ്റ്റ് വായിക്കുക. ഇതെല്ലാം ഇടയ്ക്കിടയ്ക്കൊന്ന് റിവൈസ് ചെയ്യുക. കാരണം ഇത്രയും പോയിന്റുകളൊന്നും നമ്മളെ കൊണ്ട് കാണാതെ പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. ഓൾറെഡി നമുക്ക് ഒരുപാട് പഠിക്കാനുള്ളതുകൊണ്ട് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വാക്കുകൾ മാത്രം എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മെമ്മറൈസ് ചെയ്യാൻ ശ്രമിക്കുക. അത്രയേ ഉള്ളൂ. ഓക്കെ, ശരി. ഓക്കെ ആണെടാ, ശരി. ഇനി വേറെ ഒന്നുമില്ലടാ. നമ്മൾ ഈ പറയുന്ന ദേശീയ വികസന അജണ്ടയും മുകളിൽ സൂചിപ്പിച്ച ലക്ഷ്യങ്ങളും കൂടുതൽ വിജയകരമാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുക, ഏറ്റെടുക്കുക. ഇത്രയുമാണ് ഈ പറഞ്ഞ നീതി ആയോഗിന്റെ ഈ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന പോയിന്റുകൾ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ ഓടിച്ചൊന്ന് നോക്കാമല്ലോ അല്ലെ. ഓടിച്ചൊന്ന് നോക്കാം. ഇവിടെ നമ്മൾ സംസ്ഥാനങ്ങളുടെ സജീവമായ പങ്കാളിത്തം, അതായിരുന്നു നമ്മുടെ പോയിന്റ്. സെക്കൻഡ് പോയിന്റിലേക്ക് വരുമ്പോൾ സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുക, അതായിരുന്നു നമ്മുടെ പോയിന്റ്. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. നമ്മൾ പറഞ്ഞു സംവിധാനങ്ങൾ വികസിപ്പിക്കുക, അതാണ് നമ്മുടെ മൂന്നാമത്തെ പോയിന്റ്. സംവിധാനങ്ങൾ വികസിപ്പിക്കുക. അടുത്ത പോയിന്റ് നമുക്ക് ദേശീയ സുരക്ഷാ താല്പര്യങ്ങൾ, അതാണ് നമ്മുടെ നാലാമത്തെ പോയിന്റ്. ഓക്കെ ആണ്. ഇനി പ്രത്യേക ശ്രദ്ധ നൽകുക, അതാണ് നമ്മുടെ അഞ്ചാമത്തെ പോയിന്റ്. ഞാൻ അടിവരയിട്ട് പോവാണെടാ. അടുത്തത് തന്ത്രപരവും ദീർഘകാലവുമായ നയപരിപാടികൾ, അതാണ് നമ്മുടെ ആറാമത്തെ പോയിന്റ്. ഓക്കെ. ഇനി 7 ഓക്കെ ആണ്. നമുക്ക് നോക്കാം. ദേശീയ അന്തർദേശീയ സമാന ചിന്തക, അത് നമ്മൾ ഒറ്റ പോയിന്റ് ആയിട്ട് പറഞ്ഞത് അല്ലേ, ശരിയാ. നമ്മുടെ മറ്റു രാജ്യങ്ങളിലെ തിങ്ക് ടാങ്ക്, അങ്ങനെ എഴുതിയാൽ മതി. ഈ പോയിന്റ് മൊത്തത്തിൽ എഴുതണ്ടടാ. മറ്റു രാജ്യങ്ങളിലെ തിങ്ക് ടാങ്ക് അങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. ശരി. പിന്നെ നമ്മളിതാ ഈ പറഞ്ഞതുപോലെ പിന്തുണാ സംവിധാനം സൃഷ്ടിക്കുക, ആരുൾപ്പെടെയുള്ള പ്രാക്ടീഷണർമാർ, വിദഗ്ധർ, മറ്റു പങ്കാളികൾ. ഓക്കെ. ഇനി വികസന അജണ്ട നടപ്പിലാക്കുന്നതിനും ത്വരിതപ്പെടുത്തുന്നതിനും ഓക്കെ പ്രശ്ന പരിഹാരത്തിന് ഒരു പ്ലാറ്റ്ഫോം സൃഷ്ടിക്കുക, അതാണ് പോയിന്റ്. ശരി. ഇവിടെ നമ്മൾ പറഞ്ഞ പോയിന്റുകൾ ഒരിക്കൽ കൂടെ ഒന്ന് മാർക്ക് ചെയ്തേടാം.
നോട്ട് ചെയ്യാം. റിസോഴ്സ് സെന്റർ നിലനിർത്തുക. പിന്നെ നമ്മൾ പഠിച്ച പോയിന്റ് ആണ് ഇത് നമ്മൾ ജസ്റ്റ് വായിക്കാൻ പറഞ്ഞു അല്ലെ, ജസ്റ്റ് വായിക്കാനാണ് നമ്മൾ പറഞ്ഞത്. ശരി. പിന്നെ സാങ്കേതിക വിദ്യ നവീകരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പിന്നെ ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, എല്ലാ മുകളിൽ പറഞ്ഞ എല്ലാ ലക്ഷ്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ കൊണ്ടുവരിക. അപ്പൊ ഇതിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് കൃത്യമായിട്ട് മൊത്തം വായിക്കാൻ നിൽക്കേണ്ടടാ, കൃത്യമായിട്ട് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഒരു പേപ്പറിൽ എഴുതുക. എന്നിട്ട് ജസ്റ്റ് ഈ പോയിന്റ് വായിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ആ സാധനം കിട്ടും. അല്ലാതെ ഇത് മുഴുവൻ എഴുതി വെക്കാനും നിൽക്കണ്ട കേട്ടോ. ഇത് മുഴുവൻ എഴുതി വെക്കാൻ നിൽക്കണ്ട, ഒന്നും എഴുതാതെയും ഇരിക്കരുത്. ഓക്കെ, ശരി. ഇനി നമ്മൾ നമ്മുടെ ലാസ്റ്റ് പോയിന്റിലേക്ക് കടക്കുകയാണ്. പ്ലാനിംഗ് കമ്മീഷൻ വേഴ്സസ് നീതി ആയോഗ്. ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നീതി ആയോഗ്, പ്ലാനിംഗ് കമ്മീഷൻ രണ്ടും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയിട്ടുണ്ട് അല്ലെ. നീതി ആയോഗിനെ സംബന്ധിച്ച് സംസ്ഥാനങ്ങൾക്ക് മെച്ചപ്പെട്ട ഒരു റോൾ ഉണ്ട്, പങ്കുണ്ട്. പക്ഷെ ഇവിടെ പങ്കെന്ന് പറയുന്നത് കുറവാണ്. ഇവിടെ ഫണ്ടുകൾ വിഹിതം നൽകാനായിട്ട് നീതി ആയോഗിന് കഴിയില്ല, ഇവർക്ക് കഴിയും. ഓക്കെ, ഇത് കഴിഞ്ഞ SIക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. ഉപാധ്യക്ഷനെ പ്രധാനമന്ത്രിയാണ് നിയമിക്കുന്നത്, ഇവിടെ ആരാണ് നിയമിക്കുന്നത്? ക്യാബിനറ്റ് ആണ് നിയമിക്കുന്നത്. ഇതാണ് ഇതിന്റെ എന്തെന്ന് പറയുന്നത് വ്യത്യാസം എന്ന്. മെയിൻ വ്യത്യാസങ്ങൾ മാത്രമാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിനകത്ത് നീതി ആയോഗുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദാംശങ്ങളാണ് ചർച്ച ചെയ്തത്. എല്ലാ പോയിന്റുകളും കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും മറ്റു കാര്യങ്ങളും PQ അനാലിസിസും ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓരോ ടോപ്പിക് വൈസ് PQ അനാലിസിസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഈ പറയുന്നത് പോലെ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ മറ്റു ടോപ്പിക്കുകൾ നമുക്ക് കൃത്യമായിട്ട് ചർച്ച ചെയ്യാം. ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ചില ചോദ്യങ്ങൾ. 1928 എന്തായിരുന്നടാ? 1930-40 എന്താണെന്ന് ഓർക്കുക. 40-50 എന്താണെന്ന് ഓർക്കുക. അത് കഴിഞ്ഞപ്പോൾ കറാച്ചി സമ്മേളനം, പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ വിശ്വേശ്വരയ്യയുടെ ഒരു പോയിന്റ്, പിന്നെ 38, 44, 45, 48, 50, 2014 ഓഗസ്റ്റ് 13, 2014 ഓഗസ്റ്റ് 15, 2014 ഓഗസ്റ്റ് 17, 2015 ജാനുവരി 1 നീതി ആയോഗ് വന്നു. എന്തിനു വന്നു? ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇന്ത്യ. എങ്ങനെ? സഹകരണ ഫെഡറലിസം മെച്ചപ്പെടുത്തുന്നതിലൂടെയും മന്ത്രാലയങ്ങളെ ഏകോപിപ്പിക്കുന്നതിലൂടെയും. അപ്പോൾ എന്ത് കിട്ടി? ഡെവലപ്മെന്റും പ്രോഗ്രസും. അതുകൊണ്ട് തിങ്ക് ടാങ്ക് എന്ന് വിളിക്കുന്നു. മറ്റു രാജ്യങ്ങളിലും തിങ്ക് ടാങ്കുകളുണ്ട്, അവരുമായി ആശയവിനിമയം നടത്തുക. ഘടന ആരൊക്കെയാണ്? ചെയർമാൻ, വൈസ് ചെയർമാൻ, CEO. ഇതെല്ലാം ഒന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ടൈപ്പ് ഓഫ് മെമ്പേഴ്സ് പഠിച്ചു, ഹബ്ബ് പഠിച്ചു, കൗൺസിൽ പഠിച്ചു, സ്വയംഭരണ സ്ഥാപനങ്ങൾ പഠിച്ചു. അതോടൊപ്പം തന്നെ നമ്മൾ പിന്നെ ഗവേണിംഗ് കൗൺസിലിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഗവേണിംഗ് കൗൺസിലിന്റെ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. അതായത് ഇത്തവണത്തെ 10ാമത്തെ ഗവേണിംഗ് കൗൺസിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. ആ മീറ്റിംഗിന്റെ ലക്ഷ്യവും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. ആ മീറ്റിംഗിന്റെ ലക്ഷ്യവും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കണേ. ഓക്കെ, ഗവേണിംഗ് കൗൺസിലിലെ ലക്ഷ്യമാണ്. ലക്ഷ്യം എന്ന് പറയാൻ പറ്റില്ല, നമുക്കൊരു തീം, സന്ദേശം എന്നുള്ള രീതിയിലാണ് പറയാൻ പറ്റുക. ഓർത്തിരിക്കുക, വികസിത് രാജ്യ ഫോർ വികസിത് ഭാരത് കേട്ടോ. വികസിത് രാജ്യ ഫോർ വികസിത് ഭാരത് അറ്റ് 2047. ഇത് ഇമ്പോർട്ടന്റ് ആണ് എടാ, ഇതൊന്ന് നോട്ട് ചെയ്യണേ. ഈ പറഞ്ഞ ഗവേണിംഗ് കൗൺസിൽ മീറ്റിംഗിന്റെ തീമാണ് വികസിത് രാജ്യ ഫോർ വികസിത് ഭാരത് അറ്റ് 2047. ഈ ഗവേണിംഗ് കൗൺസിലിന്റെ ഒരു തീമാണ്, അതും കൂടെ മാർക്ക് ചെയ്ത് വെച്ചേക്കണം. ഓക്കെ ആണേടാ. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഓർക്കുക. അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും പുതിയ കാര്യങ്ങളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.